നമുക്കറിയാം 2026 ഈ ഒരു ഏപ്രിൽ മാസം നമ്മൾ ഉപവാസ പ്രാർത്ഥന 1-ാം തീയതി മുതൽ ഇന്നിപ്പോൾ 19-ാം തീയതി വരെ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മൾ പ്രഖ്യാപിച്ചപ്പം 21 ദിവസം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും എങ്ങനെയാണ്? ഇനി അങ്ങോട്ട് എല്ലാം സുഖമാണ്, എല്ലാം സ്മൂത്താണ്, എല്ലാം വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഞങ്ങൾ 21 ദിവസം കർത്താവിൻ്റെ കൂടെ ഫാസ്റ്റിങ്ങിന് പ്രയറിനിരുന്നു. ഇനി പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല, പ്രതികൂലങ്ങൾ ഉണ്ടാകില്ല. പകരം സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്, സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായിരിക്കും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ പലരും. പക്ഷെ നമ്മൾ ദൈവവചനത്തിലൂടെ പരിശോധിക്കുമ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ പരിശോധിക്കുമ്പോഴൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു മേഖലയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ, ഇവരെല്ലാം കൂടെ നടന്നപ്പോൾ ഉണ്ടായ പരീക്ഷണങ്ങളെക്കാൾ വളരെ അധികമായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അവർ ഒരുങ്ങിയിരുന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് അവർ പുറത്തേക്ക് വന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ പ്രതികൂലങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് എടുത്തു നോക്കുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം 10-25 വർഷം എൻ്റെ ലോകത്ത് ഞാൻ ജീവിച്ചു. അതായത് ചെറുപ്പകാലത്ത് നമ്മൾ പ്രാർത്ഥനയും പള്ളിയും ഗ്രൂപ്പുകളും സംഘടനകളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പം നമ്മളുടേതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഒരു ടീനേജൊക്കെ കഴിഞ്ഞ് വഴിതെറ്റുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു, അങ്ങനെ പോയി. അതിനുശേഷം ആ സമയത്ത് പള്ളിയിലും സംഘടനകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ അവിടെയൊന്നും ആരും എന്നെ ഒരു പ്രത്യേക രീതിയിൽ സമീപിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ഇല്ല. എന്നാൽ ഞാൻ ആദ്യമായിട്ട് 26 വയസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ദൈവവചനത്തെ ശ്രവിക്കുകയും ദൈവവചനം കേൾക്കുകയും പിന്നീട് പ്രാർത്ഥനകൾ തുടങ്ങുകയും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനകൾ തുടങ്ങുകയും നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഒരു വചനം ഒന്ന് ഷെയർ ചെയ്യുകയും. അന്ന് വാട്സപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. വാട്സപ്പ് ഇല്ല, വാട്സപ്പ് പിന്നീടാണ് വരുന്നത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോഴൊക്കെ വാട്സപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതൊന്നും ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ വളരെ അപൂർവമായിട്ട്, എനിക്കൊരു ടാബാണ് ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒന്നും ഇടുക എന്നൊന്നും നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പക്ഷേ പിന്നെയും നമ്മൾ ആക്റ്റീവാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിടുന്ന കാലഘട്ടം. അപ്പോൾ എഴുതിയൊക്കെ ഇടുന്നൊരു സമയത്ത് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കും അല്ലെങ്കിൽ എന്നെ തേടിയൊക്കെ വന്നുകൊണ്ടിരുന്നത് ദൈവവചനം സംസാരിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ഇങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആളുകൾ കടന്നു വരുന്നു. ആദ്യമായിട്ട് വന്നത് ഒരു ബ്രദറൻ സഭയിലെ ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അതുവരെ പ്രാർത്ഥന ഒന്നുമില്ല. പക്ഷെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ സാധാരണ നമുക്കറിയാമല്ലോ, നമ്മൾ 7:30 ആകുമ്പം ആരെങ്കിലും ബോധിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചൊരു ജപമാല പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇനി ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നത് മറ്റേ ഞങ്ങൾക്ക് അന്വേഷിക്കണമേ എന്നൊക്കെ പറയുന്നത് ഒറ്റ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ നമ്മൾ തീർക്കുന്നതുകൊണ്ട് അതെനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു അന്നത്തെ പ്രാർത്ഥന. പക്ഷെ ഇതൊക്കെ മാറി നമ്മൾ വചനമനുസരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഒരു ധ്യാനം കൂടി, കള്ളുകൂടി നിർത്തി. എന്നെ മദ്യപാനത്തിന് വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. യേശു ദൈവമാണെന്ന് ഞാൻ പറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ആദ്യമായിട്ട് ഈ ബ്രദറൻ സഭയിലെ ഒരു സഹോദരൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചു. ഒന്ന് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. ഓക്കെ, വരാൻ പറഞ്ഞു. അകത്ത് കയറിയിരുന്നു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം ബൈബിളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. പിന്നീടുള്ള കാര്യങ്ങൾ, ചർച്ചകൾ, വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം വന്ന് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിൻ്റെ സഭയിലേക്ക് എന്നെ ക്ഷണിക്കാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹവുമായി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം ഒരു നോട്ടീസൊക്കെ തന്നു, കുറച്ച് ബുക്കുകളൊക്കെ തന്നു. അങ്ങനെ അദ്ദേഹം യാത്രയായി. പുള്ളിക്ക് മനസ്സിലായി ഈ മീനെ പിടിക്കാൻ ഇപ്പം തൽക്കാലം കിട്ടത്തില്ല, എന്നാലും ഒരുങ്ങി വരുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ, ഇപ്പോൾ കുളത്തിൽ നിന്ന് പോയാലും കുഴപ്പമില്ല, വലയിലുണ്ട്, അവിടെ കിടന്ന് കുറച്ച് കാലം പിടയ്ക്കട്ടെ, പിടച്ച് കഴിയുമ്പോൾ നമുക്ക് പിടിച്ച് ബ്രദറൻ സഭയിലേക്ക് ഇടാം എന്നുള്ളൊരു ചിന്തയുമായിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ഇതിനുശേഷം പിന്നെ പല ആളുകൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. അതായത് അതുവരെ ഒരാളും വന്നിട്ടില്ല കേട്ടോ, ഒരൊറ്റ ആളും. ഞാൻ കള്ളു പിടിച്ച് കിടന്നപ്പോൾ, ഞാൻ തല്ലുണ്ടാക്കി കിടന്നപ്പോൾ, പെരുന്നാളിന് ഞാൻ പ്രശ്നങ്ങളുണ്ടാക്കി നടക്കുമ്പോൾ, ഞാൻ ബൈക്കിന് എന്താ പറയുക, എൻ്റെ ബൈക്കിൻ്റെ ഹോണെന്ന് മറ്റേ ഈ എയർ ഹോണാണ്, എയർ ഹോൺ. അപ്പോൾ നമ്മളിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒരു 8 ടൈപ്പ് സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ പേ 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 അല്ലെങ്കിൽ കീ 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 എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. ഇത് ശല്യമാണ് നാട്ടുകാർക്ക്. കാരണം ഞാൻ ഓരോ വളവ് വളയുമ്പോഴും, ഞാൻ എൻ്റെ ജംഗ്ഷൻ്റെ
2 ജംഗ്ഷൻ്റെ അപ്പുറത്ത് വരുമ്പോൾ അറിയാം ആ വൃത്തിയായിട്ടവൻ ആ തലതെറിച്ചവൻ വരുന്നുണ്ട്. കാരണം നമ്മളിത് അടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഒരുത്ത വട്ടം ചാടിയ അവനെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾ നമ്മളിങ്ങനെ ആഘോഷിച്ച് നാട്ടുകാരെയും പേടിപ്പിച്ച് നടക്കുമ്പോൾ ഒരുത്തം പോലും ഇവനെ ഒന്ന് നന്നാക്കണമെന്നൊരു ആഗ്രഹം ഒരു നാട്ടുകാർക്കും ഉണ്ടായില്ല. എൻ്റെ ചുറ്റുമുള്ള ഒരു ബ്രദറൻ സഭക്കാർക്കോ ഒരു പെന്തക്കോസ്തക്കാർക്കോ അല്ലെങ്കിൽ ഒരു മരിയൻ പ്രാർത്ഥന ഗ്രൂപ്പിനോ ഒരാൾക്കും ഉണ്ടായില്ല ഇവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണമെന്ന്. പക്ഷേ നമ്മൾ പ്രാർത്ഥന തുടങ്ങി, ബൈബിള് കയ്യിലെടുത്ത നിമിഷം മുതൽ നമ്മുടെ പിന്നാലെ ഇങ്ങനെ ഓരോരുത്തർ വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. പല പല ടൈപ്പ് ആളുകൾ, പല രീതിയിലുള്ള ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഇതിങ്ങനെ കൂടുന്നൊരു കാലഘട്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ 2 ദിവസം മുൻപ്, ഇന്നലെയല്ല തൊട്ട് തലേ ദിവസം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു സംഭവം, നമ്മുടെ മോർണിംഗ് പ്രെയർ 8 മണി തുടങ്ങി 12 മണി വരെ നമ്മുടെ പ്രെയർ കഴിഞ്ഞു. അപ്പം 4 മണിക്കൂർ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണമൊന്ന് മാറ്റാനായിട്ട് ഞാൻ നേരെ താഴെ ഇറങ്ങി വീട്ടിൽ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടനും ചേച്ചി, നല്ല ടിപ്പ് ടോപ്പിൽ ഒരു ചേട്ടനും ചേച്ചി നടന്നു വന്നു. അവർ നേരെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സംസാരിച്ചു. നല്ല ചൂടാണ്, നമുക്കറിയാലോ 12-12:30 എന്ന് പറയുന്ന സമയം നല്ല ചൂട് സമയം. അപ്പോൾ വെയിലിൻ്റെ ചൂടിൽ കുടയൊക്കെ ചൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം, കാരണം ഈ വെയിലിൻ്റെ ചൂടിൽ പുറത്ത് നിന്ന് സംസാരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു. അകത്തേക്ക് കയറി. അപ്പോൾ ഞങ്ങളൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വരുന്നവരൊക്കെ അവരെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കച്ചവടത്തിനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കാം എന്നൊരു പ്രതീക്ഷയായിരുന്നു എൻ്റെ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അകത്തോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരു കാർഡ് തന്നപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. jworg.com ഇതാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് അറിയാം ഇതാരാണ് എന്താണെന്നുള്ളത്. എന്നാൽ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, യഹോവ വിറ്റ്നസ് ആണ്. അതായത് അപ്പോൾ ഇവരാണ് ഈ കടന്നു വരുന്നത്. അപ്പോൾ വന്ന് കയറിയിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നടക്കാൻ സാധ്യതയില്ല. ഞാനിവിടെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 17 വർഷമായിട്ട് ഈ ഒരു യഹോവ വിറ്റ്നസ്സിൽ അംഗമാണ്, പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ചു. ഈ 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ചപ്പോഴും ഇതിനു മുൻപ് ഏകദേശം ഒരു മാസം മുൻപ് ഒരു 3 യുവാക്കൾ ഇതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വന്നു. 3 യുവാക്കൾ, ഒരാൾ ട്രിവാൻഡ്രത്തുള്ളതാണ്, ഒരാൾ ഗോവയിലുള്ളതാണ്, മറ്റൊരാളുടെ സ്ഥലം പറഞ്ഞാൽ മറന്നുപോയി, ഓർമ്മയില്ല. 3 യുവാക്കൾ കയറി വന്നു. അവർ ചോദിച്ച കാര്യം ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? ഞങ്ങൾ യുവാക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ വിഷയം കൂടി നിങ്ങൾ പറഞ്ഞോ, എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാനിവിടെ മുകളിലുണ്ട്. അപ്പോൾ വൈഫ് വിളിച്ചു, ചേട്ടന് ചിലപ്പോൾ പ്രാർത്ഥന വിഷയം ഉണ്ടാവും, അദ്ദേഹത്തോട് സംസാരിക്കാം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് നേരെ താഴേക്ക് വിളിച്ചു. ഇവരെ വിളിച്ച് അകത്തും കയറ്റിയിരുത്തി. അപ്പം ഇവർ സംസാരിച്ച് തുടങ്ങി. ഇവരും ഇതുപോലെ തന്നെ 3 യുവാക്കൾ കടന്നു വന്നൊരു സന്ദർഭം. ഇങ്ങനെ പലപ്പോഴായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആലോചിക്കുക, നാട്ടിൽ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ വീട് മാത്രം കേന്ദ്രീകരിച്ച് വരുന്നത് എന്താ? അവർ വന്നത് 3 പേര് എംബറന്മാരുമല്ല ആളുകളായിരുന്നു. കടന്നു വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. 2-3 പേര് ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾ കത്തോലിക്കരാണ്, കാത്തലിക് ഫോളോവേഴ്സാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം അവർക്കറിയാം എൻ്റെ ചർച്ച് തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് എൻ്റെ ചർച്ച് ഇരിക്കുകയാണ്, അത് കത്തോലിക്ക പള്ളിയാണ്, ഈ ഒരു ചുറ്റുപാടുള്ളവർ കത്തോലിക്കരാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞാലേ ഇത് വിലപ്പോകത്തുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരതാണ് പറഞ്ഞു വന്നത്. ഇപ്പം ഞാൻ ചിന്തിച്ചത് വേറെ ഒന്നുമല്ല, ഇവിടെ നാട്ടിൽ അനേക വ്യക്തികൾ കള്ളും കുടിച്ചുകൊണ്ട് തിന്മയും ചെയ്ത് നടക്കുന്നുണ്ട്. ഇവരെയൊന്നും നന്നാക്കണമെന്നും ഇവരെയൊന്നും രക്ഷിക്കണമെന്നും അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് മാറ്റണമെന്നൊന്നും ഇവർക്ക് വലിയ തോന്നലൊന്നുമില്ല. ഇതെന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, പ്രാർത്ഥന തുടങ്ങിയ പിറ്റേ ദിവസം ഇവന്മാർ കടന്നു വരാൻ തുടങ്ങി. ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനു വേണ്ടിയിട്ടാ? 40 ദിവസം പരീക്ഷിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആദം, ഹൗവ, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളായ മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിയായ ആദവും ഹൗവയും വരുമ്പോഴും ആദത്തിൻ്റെയും ഹൗവയുടെയും അടുത്തേക്ക് കടന്നു വന്നത് സർപ്പമാണ്, പിശാചാണ് കടന്നു വന്നത് അവരെ പരീക്ഷിക്കാൻ. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോകുന്ന യാത്രയിൽ ദൈവജനം ചെങ്കടലിനെ കളർത്തി ഇപ്പുറത്തോട്ട് കടന്ന് എപ്പോൾ കടന്നു വന്നോ അപ്പം മുതൽ പരീക്ഷണങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ് അവരിലേക്ക് കടന്നു വന്നത്. അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പുറത്തേക്ക് കടക്കുന്നത് വരെ ഒരു കുഴപ്പമില്ല. പക്ഷെ പുറത്തേക്ക് വന്ന നിമിഷം മുതൽ
പരീക്ഷണങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്. പ്രത്യേകിച്ച് ചുറ്റുമുള്ളവര്, മറ്റുള്ളവർ അവരെ പരീക്ഷിച്ചു. യേശു തന്റെ പരസ്യ ജീവിത കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേക വ്യക്തികൾ യേശുവിനെ പരീക്ഷിക്കാൻ കടന്നു വന്നു. സദൂക്കായര് വന്നു, ഫരിസേയര് വന്നു, നിയമജ്ഞര് വന്നു. ഇവരെല്ലാം വാക്കിൽ മുട്ടിക്കുക, പരീക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അവർ കടന്നു വന്നു. എങ്ങനെയെങ്കിലും വിശ്വാസത്തെ നശിപ്പിക്കുക, തകർക്കുക, ഇല്ലാതാക്കുക എന്ന ഉദ്ദേശമാണ് ഇവരുടെ എല്ലാം ഉള്ളിലുള്ളത്. നമ്മൾ ബൈബിളിന്റെ ആദ്യം മുതൽ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മളൊന്ന് പോവുക. ഉൽപ്പത്തിയിൽ ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്താൻ ദൈവം ആഗ്രഹിക്കുകയും അനുദിനം ദൈവത്തിന്റെ കാൽപെരുമാറ്റം കേട്ടു എന്നൊക്കെ കാണുന്നുണ്ട്. ദൈവവുമായിട്ട് ആദാം ഹവ്വ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ ദൈവവുമായുള്ള ബന്ധം നശിപ്പിക്കുക, ഇതാണ് പിശാചിന്റെ ഏക വഴി. പിശാചിനറിയാം ഇവൻ ദൈവവുമായി സംസാരിക്കുന്നു, ദൈവവുമായി ബന്ധപ്പെടുന്നു. അനുദിനം വൈകുന്നേരങ്ങൾ സായാഹ്നമാകുമ്പോൾ ദൈവം കടന്നു വന്ന് ആദത്തോടും ഹവ്വയോടും സംസാരിക്കുന്നു. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ശരിയല്ല, ഇത് തകർക്കണം, ഇത് നശിപ്പിക്കണം. ഈ മേഖലയെ തകർക്കാൻ, ഈ ബന്ധത്തെ തകർക്കാൻ ഏക വഴി ഇവരെ പാപം ചെയ്യിപ്പിക്കുക, ഇവരെ വഴിതെറ്റിക്കുക, ഇവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുക, ഇവരുടെ വിശ്വാസത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ പലവിധ വഴികളിലൂടെ ഇവരെ തകർക്കുക. അങ്ങനെ തകർക്കാതെ നടക്കത്തില്ല. എപ്പം മുതൽ ദർശനങ്ങളോ വിഷനോ ദൈവവുമായിട്ടുള്ള സംസാരമോ തുടങ്ങിയാൽ അപ്പോൾ മുതൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കുറച്ചുകൂടി വലുതായിരിക്കും. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ തകർക്കണം, അത് തകർക്കുക പിശാചിന്റെ ഉദ്ദേശമാണ്. ഇത് തകർക്കാതെ അവന് ഇരിക്കപ്പുറതി ഉണ്ടാകത്തില്ല. അതിന് കടന്നു വരുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ചുറ്റുപാടുള്ളവരും അയൽവക്കക്കാരും മറ്റുള്ളവരും ആയിരിക്കും എന്ന് വിചാരിക്കരുത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മുടെ അടുത്ത് വരിക, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും, അടുപ്പമുള്ളവരായിരിക്കും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കാൻ നമ്മുടെ ഇടയിൽ വരുന്നത് അവരായിരിക്കുമെന്ന് എപ്പോഴും ശ്രദ്ധിച്ചോണം. കാരണം പിശാചിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, ദൈവശബ്ദം നിങ്ങൾ കേൾക്കരുത്, ദൈവത്തിൻ്റെ ദൂതുകൾ നിങ്ങൾ മനസ്സിലാക്കരുത്, ദൈവം നടത്തരുത്. പകരം നിങ്ങളുടെ പഴയ മേഖലകൾ, പഴയ നമ്മുടെ മുറിവുകൾ, പഴയ ട്രോമകളിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അങ്ങനെ നടക്കുമ്പോഴാണ് പിശാച് വിജയിക്കത്തുള്ളൂ. എന്നാൽ ദൈവം സംസാരിച്ചു തുടങ്ങിയ പലതും, പുതിയ അറിവുകൾ, പുതിയ മേഖലകൾ, പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങും, പഠിക്കാൻ തുടങ്ങും. സാത്താന് നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച വചനങ്ങളെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ സാത്താൻ വിജയിക്കത്തില്ല. അതിന് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ വിദ്യയാണ്, ഏറ്റവും വലിയ മേഖലയാണ് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കും. പലവിധ മേഖലകളിൽ, ദൈവവചനത്തിൽ പോലും, സുവിശേഷത്തിൽ പോലും, സുവിശേഷകരിൽ പോലും പലവിധ മേഖലകളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്പിരിറ്റ് വരുമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തില് സാത്താൻ ആദത്തെയും ഹവ്വയെയും പരീക്ഷിച്ചു. ആദവും ഹവ്വയുമായിട്ടുള്ള ദൈവത്തിന്റെ സംസാരത്തെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ദൈവമായിട്ട് ഇനി ആദം ഹവ്വയെ സംസാരിക്കരുത്. പിന്നീട് നമ്മൾ ഉൽപ്പത്തി 3 നമ്മൾ കാണുന്നുണ്ട്, ശാപവും ശിക്ഷയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം നശിപ്പിച്ചു, തകർത്ത് കളഞ്ഞു. അതിനു മുൻപ് ആദത്തിനും ഹവ്വയ്ക്കും ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അനുദിനം എപ്പോൾ ദൈവവുമായിട്ട് സംസാരിക്കണമോ അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു തലം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. അതാണ് അവിടെ ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന പല വ്യക്തികളുണ്ട്. ആ വ്യക്തികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അബ്രാഹത്തിലേക്ക് കടന്നു വരിക. ദൈവം വിജാതീയ മേഖലകളിൽ നിന്നും ഗോത്ര ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അബ്രാഹത്തെ ദൈവം വിളിച്ചു. അവിടെയൊക്കെ ദൈവം സംസാരിക്കുന്ന കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണം എന്ന് പറഞ്ഞ് അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ച് മാറ്റി കൊണ്ടുപോയിട്ട് പിന്നെ കുറേ വർഷം അബ്രാഹവുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. എത്രയോ വർഷക്കാലം അബ്രാഹവുമായിട്ട് ഒരു ബന്ധമില്ല. അബ്രാഹത്തിനൊരു വാഗ്ദാനം കൊടുത്ത് പിന്നീട് 11 വർഷങ്ങൾക്ക് എങ്ങാണ്ട് ശേഷമാണ് പിന്നീട് അബ്രാഹത്തെ ദൈവം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒരു നീണ്ട കാലയളവ്, വലിയ ഗ്യാപ്പ് നമ്മൾ കാണുക. ആ വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും അബ്രാഹത്തിന്റെ മുൻപിൽ ദൈവം കടന്നു വരുന്നു. അവിടെ നമ്മൾ കാണുന്നത് പിന്നെ കടന്നു വരുന്നത് പിന്നെ ഒരുപാട് ഗ്യാപ്പിൽ, അതായത് ഏകദേശം അബ്രാഹത്തെ വിളിച്ചു വേർതിരിച്ചതിന് ശേഷം ഒരു 23 വർഷത്തിന് ശേഷം 24ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് അബ്രഹാം ദൈവവുമായിട്ട് വീണ്ടും സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ സംസാരിച്ച് ദൈവം ഇസ്ഹാക്കിനെ കൊടുക്കുകയും ഇസ്ഹാക്ക് ജനിക്കുകയും ചെയ്തതിന് ശേഷം പിന്നെയും വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ദൈവം ഇങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഗ്യാപ്പുകൾ നമ്മളവിടെയൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഇസ്ഹാക്ക് വരുന്നു, യാക്കോബ് വരുന്നു,
ദൈവം യാക്കോബിനോട് സന്ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ബഥേലിൽ വെച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ കാലയളവ് ഗ്യാപ്പ് നമുക്കറിയാം. അതായത് ചെറിയ കാലയളവല്ല, വലിയ ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ വലിയ ഗ്യാപ്പുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. യാക്കോബിലൂടെ ദൈവം സംസാരിക്കുന്നു. അതിനുശേഷം ഇസ്രായേൽ എന്ന ഗോത്രത്തെ ദൈവം വരുന്നു. 12 ഗോത്രങ്ങൾ. ഇവിടെയൊക്കെ നമുക്കറിയാം ഈ 12 ഗോത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 430 വർഷത്തെ ഗ്യാപ്പാണ് നമുക്കവിടെ കാണുന്നത്. 430 വർഷം ദൈവം ആരുമായിട്ട് സംസാരിക്കുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷനും കാണുന്നില്ല. ഇവരുടെ നിലവിളി ദൈവം കേൾക്കുന്നില്ല. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇവർ കഴിയുമ്പോൾ ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ കിടക്കുക. എന്നാൽ ദൈവം മോശയെ വിളിക്കുകയും വേർതിരിക്കുകയും മോശയെ അവിടെ വളർത്തുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവം തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ടു എന്ന് പറഞ്ഞിട്ട് അഗ്നിയുടെ നടുവിൽ ദൈവം മോശയുടെ നടുവിലേക്ക് കടന്നു വരിക. അവിടെ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അന്ന് മോശയോട് സംസാരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന ഒരു കണക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോശയുമായി നിരന്തരം, അതായത് നമ്മൾ ആ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മുതൽ ദൈവം മോശയെ വിളിച്ചു വേർതിരിക്കുന്ന സമയം നമ്മൾ കാണുമ്പോൾ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നിരന്തരം മോശയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. എവിടെയാണ് മോശയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? മോശ ഇറങ്ങി തിരിച്ചപ്പോൾ അതായത് മോശ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് തൻ്റെ അമ്മായപ്പനോട് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് ഇറങ്ങി കുതിരയുടെ കഴുതയുടെ ജീനിയിട്ട് ഇറങ്ങി തുടങ്ങുന്ന ആ നിമിഷം മുതൽ അവിടെ മുതൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ അതായത് മോശ എപ്പോൾ ദൈവത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അപ്പം മോശയുടെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നു. മോശ ഇന്നത് ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ ദൈവവും മോശയുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് എല്ലാ സന്ദർഭത്തിലും, അതായത് വെള്ളമില്ലാതെ വരുമ്പോഴോ ഭക്ഷണം ഇല്ലാതെ വരുമ്പോഴോ വെള്ളം കയ്പുള്ളതായിട്ട് മാറുമ്പോഴോ ആഗ്നേയ സർപ്പങ്ങൾ വരുമ്പോഴോ ഇങ്ങനെ എല്ലാ മേഖലകളിലും ദൈവവും മോശയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബന്ധമാണ്. അതായത് അനുദിനം മോശയുമായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും മോശയുമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ്ലി ഉള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അത്രയും അധികം മോശയുമായിട്ട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പിന്നീട് അങ്ങോട്ടും വീണ്ടും നമ്മൾ കാണുന്നത് പ്രവാചകന്മാരായിട്ട് സംസാരിക്കുമ്പോഴും ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം. അപ്പോൾ മോശയുമായിട്ടുള്ള സംസാരത്തിൽ എല്ലാ തരത്തിലും ദൈവത്തിന് മോശയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്: നീ കാനാൻ ദേശത്തേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയാണ് നിന്റെയെങ്കിൽ, ദൈവത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ നിനക്ക് അനേകമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും. എനിക്ക് നീയുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അനേകമായ കാര്യങ്ങളുണ്ട്. എനിക്ക് നീയുമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നിരന്തരം നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറിപ്പോകുന്നു. നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ വിശുദ്ധി, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ കുറവ് എവിടെ വരുന്നോ, സംശയം എവിടെ വരുന്നോ, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്നു. ഈ അകലം നമ്മളിൽ വരുന്നു. ഇസ്രായേൽ ജനത്തിനെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം പറയുന്നത്, ഞാൻ കൂടാരത്തിലൂടെ സഞ്ചരിക്കുന്നു. എനിക്ക് നിങ്ങളൊരു ആലയം തീർക്കണ്ട, എനിക്ക് നിങ്ങളൊരു കെട്ടിടം വെക്കണ്ട, എനിക്ക് നിങ്ങളൊരു ദേവാലയം വെക്കണ്ട. പകരം കൂടാരങ്ങളിൽ നിന്നും കൂടാരങ്ങളിലേക്ക് നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ എന്ന് ദൈവം പറയുമ്പോഴും, പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകി നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂടെ 2-3 പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഷേർലി സിസ്റ്ററെ, ഇസ്രായേലിൽ നിങ്ങളുടെ കൂടെ, ഇസ്രായേലിലായിരിക്കുമ്പോൾ സിസ്റ്ററിനൊരു ചിന്തയുണ്ട്, ഞാനിപ്പോൾ കർത്താവിൻ്റെ രാജ്യത്താണ്, യേശുവിൻ്റെ രാജ്യത്താണ്. ഈ ഇസ്രായേലിൽ മാത്രം സഞ്ചരിച്ച കർത്താവ്, ഈ ഇസ്രായേലിലെ ഈ പറയുന്ന 10-50 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം സഞ്ചരിച്ച കർത്താവ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് UK-യിലുള്ള പ്രിയപ്പെട്ട നീതു സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ന്യൂസിലാൻഡിലുള്ള നമ്മുടെ ആൽഡ്രിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ കൂട്ടായ്മയിലിരിക്കുന്ന വിവിധ ദേശത്തുള്ള എല്ലാവരുടെ മേലുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ കൂടാരങ്ങളിൽ നിന്നും കൂടാരത്തിലേക്കാണെങ്കിൽ ഇന്ന് ആ കൂടാരം നമ്മളാ. ഷേർലി സിസ്റ്ററിന്റെ അകത്ത്, ഇസ്രായേലിലായിരിക്കുന്ന സിസ്റ്ററിന്റെ അകത്ത്, സിസ്റ്റർ ആകുന്ന ശരീരത്തിൽ ആ കൂടാരത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ഇതാണ് വഴി, ഇതിലെ പോവുക, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇന്ന കാര്യം, ഇന്ന മേഖല, ഇന്ന സംഭവം നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന തരത്തിൽ. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അതിപ്പോൾ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞൊരു 15 ഹാൻഡ് റൈസെങ്കിലും ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം. അതായത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ഫോൺ കോൾ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ഫോൺ കോൾ, ഇന്ന ആൾ എന്നെ വിളിക്കും, ഇന്ന കാര്യം ആവശ്യപ്പെടും, അപ്പം ഞാൻ വിവേകത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് തലേ ദിവസമേ ദൈവം ബോധ്യം തന്ന എത്ര പേര് ഈ കൂട്ടായ്മയിലുണ്ട്? ഹാൻഡ് റൈസ് ചെയ്തോ? ധൈര്യമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തോ? നാളെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവിടെ വിവേകത്തോടുകൂടി പ്രവർത്തിക്കണം. കണ്ട ഹാൻഡ് റൈസ് വരുന്നുണ്ടോ? എനിക്കറിയാൻ വരുമെന്ന്. അപ്പൊ ഇതാരാ നമ്മളെ നയിക്കുന്നേ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരാ? ഇപ്പൊ ഇങ്ങനെ ദൈവം നമ്മളെ നടത്തും. ഇങ്ങനെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഓരോ സെക്കൻഡിലും നിങ്ങളെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ആത്മാവിന് വിധേയപ്പെടത്തില്ല. ദൈവം നടത്താൻ ആഗ്രഹിക്കുമെന്നെങ്കിലും, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ ആത്മാവിന് നമ്മൾ വിധേയപ്പെടില്ല. പകരം നമ്മളുടെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 40 വയസ്സായ ഒരു വ്യക്തിയാണെങ്കിൽ ഈ 40 വയസ്സിലെ എക്സ്പീരിയൻസുകളും ഈ 40 വയസ്സത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങളും വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ആത്മാവിനോട് ഇടപെടത്തുള്ളൂ. ഈ ആത്മാവിനോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നത്? മോശ ദൈവാത്മാവിനോട്, ഞാൻ 40 വർഷം ഫറവോയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു, ഞാൻ 40 വർഷം മിദിയാൻ എന്ന് പറയുന്ന മരുഭൂമിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു കാര്യം നടക്കാൻ പോകുന്നില്ല. ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. പിച്ചള സർപ്പത്തെ ഉണ്ടാക്ക് എന്ന് മോശയോട് പറയുമ്പോൾ മോശ തന്നെ ചിലപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാവും, അല്ല കർത്താവേ, പിച്ചള സർപ്പത്തെ അല്ലേ കർത്താവ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേ, ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞേ. അപ്പൊ തൻ്റെ യുക്തിയെ അല്ലെങ്കിൽ തൻ്റെ കഴിവിനെ, അറിവിനെ, ബോധ്യങ്ങളെ ദൈവത്തിന്റെ മുൻപിൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ സൈഡിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുത്തേ ഉള്ളൂ. ദൈവം പറഞ്ഞത് എന്തോ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, അതിന് വിധേയപ്പെട്ടു മോശ. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു, ഉണ്ടാക്കി. ഒരുപക്ഷെ ജോഷി ചോദിച്ചിട്ടുണ്ടാവും, മോശ നീ ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടോ, പിച്ചള സർപ്പത്തെ തന്നെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞേ? സർപ്പം തന്നെയാണോ? നീ വേറെ എന്തെങ്കിലും ഷേപ്പാണോ? വല്ല കൊടിമരമാണോ ഉണ്ടാക്കാൻ പറഞ്ഞേ? വല്ല കുന്തമാണോ ഉണ്ടാക്കാൻ പറഞ്ഞേ? സർപ്പം തന്നെ ആയിരിക്കോ? നമ്മുടെ മറ്റേ ആദത്തെ വഞ്ചിച്ച, ഹവ്വയെ വഞ്ചിച്ച് സർപ്പത്തെ ഉണ്ടാക്കാൻ അങ്ങനെ ദൈവം പറയുമോ? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ മോശയുടെ ഹൃദയത്തിലും യുക്തിയിലും ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ജോഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടാകാം, ചുറ്റുമുള്ള ജനത്തിനുണ്ടാകാം. പക്ഷെ അവിടെ ഒന്നും തൻ്റെ കഴിവിനെയോ യുക്തിയെയോ അറിവിനെയോ വിവേകത്തെയോ ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവം എന്ത് പറഞ്ഞോ അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം കാൽവരിയിൽ ആദിമ സർപ്പത്തിൻ്റെ തലയെ കർത്താവ് തകർക്കുമെന്ന ബോധ്യം ഒരുപക്ഷെ മോശയ്ക്ക് ഉണ്ടാകത്തില്ല. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കുത്തി നിർത്തുക, ഒരു ക്രോസ് പോലെ ഒന്നുണ്ടാക്കി അതിൽ കുത്തി നിർത്തുക. സാത്താൻ്റെ തലയെ ഞാൻ തകർക്കും, അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെടും, യേശുവിലേക്ക് നോക്കുന്നവർ രക്ഷപ്പെടും, യേശുവിനെ ആശ്രയിക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് ഇനി വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കാര്യത്തിൻ്റെ ആ തിയോളജിക്കൽ വശമാണ് മോശെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന ബോധ്യമൊന്നും മോശയ്ക്ക് പക്ഷെ ഉണ്ടാകത്തില്ല. അത് ദൈവത്തിനറിയാം. ആ ബോധ്യത്തിലായിരിക്കും ദൈവം അത് പറഞ്ഞത്. പക്ഷേ മോശ തൻ്റെ യുക്തിയെയോ തൻ്റെ ബുദ്ധിയെയോ ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടു. അവിടെ ആ കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നത്. ഒരിക്കൽ മോശ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ മോശയുടെ ആ ജീവിതം ഒന്ന് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരിക്കൽ മോശ അനുസരിക്കാൻ തുടങ്ങി. എവിടെ? ആ മലമുകളിൽ നിന്നപ്പോൾ ആ അഗ്നിയുടെ മധ്യ ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ചു, വിധേയപ്പെട്ടു. അപ്പോൾ വീണ്ടും ദൈവം സംസാരിച്ചു. അത് വിധേയപ്പെട്ടപ്പോൾ വീണ്ടും ദൈവം സംസാരിച്ചു. അത് വിധേയപ്പെട്ടപ്പോൾ വീണ്ടും സംസാരിച്ചു. അത് വിധേയപ്പെട്ടപ്പോൾ മോശയുടെ ഭാര്യയോട് പോലും ദൈവം സംസാരിക്കുന്നു. അതായത് ഇറങ്ങി തിരിച്ച് കഴുതയുടെ പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ മക്കൾക്ക് പരിച്ഛേദന നടത്തിയിട്ടില്ല. സംഹാരദൂതൻ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ മോശയോട് സംസാരിക്കുന്നില്ല. സംഹാരദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ മോശയോടല്ല സംസാരിക്കുന്നത്, പകരം മോശയുടെ ഭാര്യയോട് സംസാരിക്കുന്നു. ഭാര്യയ്ക്ക് മനസ്സിലായി എന്ത് പരിച്ഛേദനമാണ് പ്രശ്നമെന്ന്. അവിടെ പോയി പരിച്ഛേദന നടത്തി. അപ്പോൾ അത്രയും അധികം, അതായത് മോശയുടെ കൂടെ നടക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഹെവിയാണെന്ന്. ഓരോ സെക്കൻഡിലും ഓരോ കാര്യത്തിലും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മോശയുമായിട്ട് സംസാരിച്ചു. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ന്യായാധിപന്മാരിലേക്ക് ദൈവം സംസാരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നു, പ്രവാചകരിലൂടെ ദൈവം സംസാരിക്കുന്നു. പക്ഷേ ഈ പ്രവാചകരിലൂടെയൊക്കെ സംസാരിക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചോ, ഒരു വലിയ ഗ്യാപ്പ് കിടക്കുക. ചെറിയ ഗ്യാപ്പല്ല, വലിയ ഗ്യാപ്പുകളാണ്.
ദൈവം പ്രവാചകന് വെളിപ്പെടുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്റെ മേൽ വരുന്നു, പിന്നെ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് സംസാരിക്കുന്നു. പ്രവാചകന്റെ നാവ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ അശുദ്ധിയിലേക്ക് പോകരുത്, നിങ്ങൾ വിശുദ്ധിയിലേക്ക് കടന്നു വരണം, നിങ്ങൾ അന്യ ആരാധന ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ കടന്നു വരണം. ഇങ്ങനെ ഏലിയായിലൂടെ, ജെറമിയായിലൂടെ, ഏശയായിലൂടെ, എസെക്കിയേലിലൂടെ, ഇങ്ങനെയൊക്കെ പ്രവാചകന്മാരിലൂടെ മാത്രം ദൈവം സംസാരിക്കുന്നു. പക്ഷെ ജനത്തിന്റെ പുറത്ത് സംസാരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, ജനത്തിന്റെ കൂടെ സംസാരിക്കുന്നില്ല. രാജാക്കന്മാര് പോലും, ഇപ്പൊ ദാവീദിന്റെ അടുത്ത് ദൈവം നേരിട്ട് സംസാരിക്കുന്നുണ്ട്, ദാവീദിനോട് സംസാരിക്കുന്നു, സോളമനോട് സംസാരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രാജാവിനൊരു ആവശ്യം വരുമ്പോൾ രാജാവിനോട് സംസാരിക്കാൻ ദൈവം പ്രവാചകന്മാർ ഉപയോഗിക്കുന്നു. നദാനായിലിനെ ഉപയോഗിക്കുന്നു, നാദാൻ ഉപയോഗിക്കുന്നു, ഏലിയായി ഉപയോഗിക്കുന്നു ദാവീദിനോടൊക്കെ സംസാരിക്കാനായിട്ട്. ഇങ്ങനെ മറ്റ് പ്രവാചകന്മാർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ഏശയ്യായൊക്കെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ദൈവം പ്രവാചകരിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ദൈവത്തിന് ആഗ്രഹം നിങ്ങളോടൊക്കെ ഇൻ പേഴ്സൺ സംസാരിക്കാനാ, അല്ലാതെ ഷിബുറിലൂടെ മാത്രം നിങ്ങളോട് സംസാരിക്കാനോ ബ്രദേഴ്സിലൂടെ മാത്രം സംസാരിക്കാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഓരോ വ്യക്തികളോടും ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഹാൻസ് ബ്രദറിനോട് സംസാരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന്. നിങ്ങളോട് വിൻസ്റ്റനോട് സംസാരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും ഇൻ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ ദൈവശബ്ദത്തിന് വിധേയപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിക്കുന്നില്ല പല കാര്യങ്ങളും. എപ്പോ അനുസരിച്ച് തുടങ്ങുന്നോ, മോശ ചെയ്ത പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ എപ്പോ തുടങ്ങുന്നോ, ആദ്യത്തെ അനുസരണം അടുത്ത മേഖലയിലേക്ക് കടന്നു വരും, അടുത്ത തലത്തിലേക്ക് കടന്നു വരും. ഇപ്പൊ നിങ്ങൾ അനുസരിച്ച് തുടങ്ങിയോ, അടുത്തത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ അനുസരിച്ചോ, അടുത്തത് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ നിരന്തരം സംസാരിക്കും. ഓരോ ചെറിയ കാര്യങ്ങൾ, ഓരോ ചെറിയ മേഖലകൾ. നീ ഇന്ന കടയിൽ നിന്ന് സർവത്ത് കുടിക്കണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് വരും കർത്താവ്. നീ ഇന്ന കടയിൽ കയറി ചായ കുടിക്കണ്ട, ഇന്ന സ്ഥലത്ത് നീ ചായ കുടിച്ചോ, ഇന്ന സ്ഥലത്ത് നിർത്തിയാൽ മതി, ഇന്ന സ്ഥലത്ത് നിർത്തണ്ട. ഇങ്ങനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പഴയ നിയമത്തിലെ ഞാൻ തുടക്കം പറഞ്ഞു വന്ന കാര്യം, അതായത് ആദത്തോട് സംസാരിച്ചു, ആദവുമായിട്ടുള്ള ബന്ധം, ഹൗവയായിട്ടുള്ള ബന്ധം പിശാച് നശിപ്പിച്ചു. ദൈവം മോശയായിട്ട് സംസാരിച്ചു, മോശയുമായിട്ടുള്ള നിരന്തര ബന്ധം. ദൈവജനത്തിന്റെ ഇടയിലേക്ക് പിശാച് കടന്നു വന്ന് മുറുമുറുപ്പുകൾ ഉണ്ടാക്കി, പിറുപിറുപ്പുകൾ ഉണ്ടാക്കി, ദൈവത്തിന് എതിരെ മർദ്ദലിക്കുന്ന തരത്തിലേക്ക് ഈ ജനത്തെ മുഴുവൻ കൊണ്ടുപോയി വഴിതെറ്റിച്ചു പിശാച്. അപ്പോ ജനത്തോട് സംസാരിക്കുന്നതിൽ നിന്ന് ദൈവം മാറി നിന്നു. വീണ്ടും കാനാൻ ദേശത്തേക്ക് ചെന്നു, സ്വന്തം ദേശത്ത് ചെന്നു. ജോഷുവയുടെ നേതൃത്വത്തിൽ എല്ലാ ഗോത്രങ്ങൾക്കും സ്ഥലം വീതിച്ചു കിട്ടി. ഇവര് വീണ്ടും അവിടെ പാപം ചെയ്ത്, തിന്മ ചെയ്ത്, അന്യ ദൈവങ്ങളെ ആരാധിച്ച്, അശേരയുടെ പിന്നാലെ പോയി, ബാലിന്റെ പിന്നാലെ പോയി. ദൈവത്തിൽ നിന്നും ഇവരിങ്ങനെ വേർപെട്ട് വരുമ്പോ എന്ത് സംഭവിക്കുന്നു? ദൈവം ഇവരോട് സംസാരിക്കുന്നതിൽ നിന്നും ദൈവം മാറാൻ തുടങ്ങി. ദൈവം പിന്നോട്ട് പോയി. അങ്ങനെ പിന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഇവര് മുറവിളി കൂട്ടി, ഞങ്ങൾക്ക് രാജാവിനെ വേണം, രാജാവിനെ വേണം. ദൈവം ന്യായാധിപന്മാരോട് മാത്രം സംസാരിച്ചു, അപ്പൊ ഞങ്ങൾക്ക് രാജാവിനെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ച ജനം രാജാവിനെ വേണമെന്ന് മുറകൾ കൂട്ടിയപ്പോ അവർക്ക് വേണ്ടി അവരുടെ ആഗ്രഹത്തിന് രാജാവിനെ കൊടുത്തു. അപ്പോഴും കർത്താവ് പറഞ്ഞു, രാജാക്കന്മാർ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ തകർക്കും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ ഇല്ലാതെയാക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ രാജാവിനെ കൊടുക്കാൻ പറഞ്ഞു. പിന്നീട് ഈ രാജാക്കന്മാർ എന്ത് ചെയ്തു? ഇവരെ അശേരയുടെ പിന്നാലെ, ബാലിന്റെ പിന്നാലെയൊക്കെ കൊണ്ടുപോയി. നമുക്കറിയാം പലവിധ രാജാക്കന്മാര് ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. ഇവിടെയൊക്കെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക, ഇത് മാത്രമാണ് പിശാചിന്റെ ലക്ഷ്യം. ഈ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ പിശാചിന്, വേറെ ഒരു ലക്ഷ്യവും പിശാചിനില്ല. നീയുമായിട്ട് ദൈവം സംസാരിക്കരുത്. അപ്പൊ നീയുമായിട്ട് സംസാരിക്കുന്നത്, നീ 21 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ച് ലോകത്തിന്റെ പല കാര്യത്തിൽ നിന്നും വേർപെട്ട് നീ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തോട് ചേർന്ന് വരുമ്പോ സാത്താൻ കെണിയൊരുക്കും. നീ ദൈവത്തോട് സംസാരിക്കുന്ന തലം നശിപ്പിക്കാൻ പിശാച് അവൻ കെണിയൊരുക്കും. അതാണ് പിശാചിന്റെ തന്ത്രം. ഇത് മാത്രമേ അവന് വഴിയുള്ളൂ. ദൈവത്തിന് ഇങ്ങോട്ട് വരാനുള്ള വഴി തടയാൻ അവനാകെ നിന്നെ തകർക്കുക, നിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുക. നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കണക്ട് ചെയ്യുന്ന നിന്റെ വിശ്വാസത്തിന്റെ മേലാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ ആണിയിരിക്കുന്നത്. നമ്മളിപ്പോ ഈ 21 ദിവസം നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഫെയ്ത്തും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ഭക്തി വേറെ, വിശ്വാസം വേറെ. ഭക്തി തുടരും, ഭക്തിയുടെ പ്രകടമായ രീതി തുടരും. പള്ളി പോവും, വചനം വായിക്കും, പ്രാർത്ഥിക്കും, ആരാധനയിൽ പങ്കെടുക്കും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതിലൊന്നും സാത്താൻ ഒന്നും ചെയ്യത്തില്ല.
കാരണം ഇതീ സാത്താൻ ചെയ്തു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് മനസ്സിലാവും നീ ദൈവത്തിൽ നിന്നും അകന്നു എന്ന് നീ തന്നെ തിരിച്ചറിയും. അല്ല, ശരിയല്ലേ? ചിന്തിച്ചു നോക്കുക. അതായത് ഒരു 10 ദിവസം പള്ളി പോവാതിരിക്കുമ്പം, ഒരു 10 ദിവസം ബൈബിൾ വായിക്കാതിരിക്കുമ്പം, ഒരു 10 ദിവസം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഉള്ളിൽ തോന്നും, അയ്യോ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പം നമ്മൾ പോയി തിരിച്ച് ഈ ഭക്തിയുടെ പ്രകടനങ്ങൾ പിന്നെ നടത്തും. എന്നാൽ വിശ്വാസത്തിൻ്റെ മേലാണ് അവൻ ആണിയടിക്കുന്നെങ്കിൽ, അവൻ സംശയങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഭക്തിയുടെ പ്രകട രൂപങ്ങൾ അപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്, സൂമി കയറുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എന്തില്ല? വിശ്വാസത്തിന്മേൽ മറ്റവൻ ആണിയടിച്ചു വെച്ചേക്കുക, വിശ്വാസം അവൻ തകർത്തു വെച്ചേക്കുക. വിശ്വാസത്തെ തകർക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താ? സംശയം. ദൈവമായിട്ടുള്ള യേശു ദൈവമാണോ? യേശു തന്നെയാണോ ദൈവം? ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകും. ഇനി എംബററിൽ ജനിച്ച യേശുവാണോ യഥാർത്ഥത്തിൽ ശരി? ഇങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവിടും. അവിടെയാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്. എന്നാൽ ഭക്തി നഷ്ടപ്പെടത്തില്ല. ഭക്തി അവിടെ തന്നെ കിടക്കുകയും ചെയ്യും, ഈ മേഖല അവിടെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന തലം ഒരിക്കലും ഉണ്ടാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഭക്തിയുടെ ബാഹ്യരൂപങ്ങളൊക്കെ നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലില്ലേ? ഈ ഭക്തിയുടെ ബാഹ്യരൂപം ഉണ്ടായിട്ടും നമ്മൾക്ക് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കുറവാ, അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാരാണ് ചെയ്തത്? പിശാചാ ചെയ്തത്. സാത്താൻ നിങ്ങളുമായിട്ടുള്ള മറ്റേ ഫോൺ കോളിന്റെ ബന്ധം നഷ്ടപ്പെടുത്തി. ഇപ്പൊ നമ്മൾ സൂമിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് റേഞ്ച് നഷ്ടപ്പെട്ടെന്ന് സംഭവിക്കും. മൊബൈൽ വിട്ട് കുത്തു കൊടുക്കും, ഇതെവിടെ പോയി റേഞ്ച്? ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് റേഞ്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമിക്കുന്ന സ്നേഹമൊക്കെയാണ് പോകും. ഐഡിയക്കാരനെയും വടാഫോണുകാരനെയും നമ്മൾ തെറി പറയാൻ തുടങ്ങും. ക്ഷമിക്കുന്ന സ്നേഹമൊക്കെ പെട്ടെന്നാണ് പോകും നമുക്ക്. ഇത് തന്നെയാണ് സംഭവം. ദൈവമായിട്ടുള്ള കണക്ഷൻ, റേഞ്ച് എപ്പോൾ കട്ടാവുന്നോ അപ്പോ ഈ പറയുന്ന എല്ലാ മേഖലകളിലും വ്യത്യാസം വരും. കാരണം സാത്താൻ ഈ ഒരൊറ്റ കാര്യം മതി. അപ്പൊ നമ്മൾ കണ്ട പോലെ പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിച്ചു. കാരണം ദൈവത്തിനൊരു കാര്യം അറിയാം, ഈ ജനം ഒരിക്കലും വിശുദ്ധിയിലേക്ക് വന്ന് യുവന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് ഏലിയായെ മാറ്റി നിർത്തിയതുപോലെ ഞാൻ 7000 പേരെ വേറെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എലിയ നീ മാത്രമല്ല, ഞാൻ 7000 പേരെ വേറെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ജനത്തോട് സംസാരിച്ചേ പറ്റൂ, എനിക്ക് ഇവരോട് സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ട് വിശുദ്ധിയുള്ളൊരു സമൂഹത്തെ ദൈവം കൊണ്ടുവരും. ദൈവം ചില വ്യക്തിത്വങ്ങളെ ദൈവം വളർത്തും. പക്ഷേ ജനം വഴിതെറ്റി പോകും, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ വിശുദ്ധരിലൂടെ അല്ലെങ്കിൽ ഈ പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിച്ച് ഈ പ്രവാചകന്മാരിലൂടെയൊക്കെ സംസാരിച്ച് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ച് ആ രാജ്യത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയി കുറേയൊക്കെ പ്രാക്ടിക്കൽ സൈഡിൽ ഇവർ ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ആ പോകുന്ന പോക്ക് യേശു കടന്നു വരികയാണ്. ആ യേശു കടന്നു വരുന്ന കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏകദേശം 400 വർഷക്കാലം യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിന് മുൻപുള്ള ഏകദേശം 400 വർഷക്കാലം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല, ഒരു പ്രബോധകൻ ഉണ്ടായിരുന്നില്ല. ദൈവം തൻ്റെ പ്രവാചകരിലൂടെ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനോ സംസാരമോ ഉണ്ടായിരുന്നില്ല എന്നാണ് പൊതുവെ ദൈവവചനവും ചരിത്രങ്ങളെല്ലാം നമ്മളോട് പറയുന്നൊരു കാര്യം. അതായത് ഹെറോദേസിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ കാലഘട്ടം, ഈ BC-യിൽ നിന്നും AD-യിലേക്ക് കടന്നു വരുന്ന ആ കാലഘട്ടം 400 വർഷക്കാലം ഏകദേശം ദൈവത്തിന് ഒരു പ്രവാചകനോ ഒരാളുമായിട്ട് ഒരു സംസാരമോ ഉണ്ടായിരുന്നില്ല എന്നാണ് പൊതുവെ ദൈവവചന പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് 2 പേരെ കാണാൻ പറ്റും. അവിടെ യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് 2 പ്രവാചകന്മാർ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു പ്രവാചകയെയും ഒരു പ്രവാചികയെയും, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കാണാം. യേശുവിനെ കയ്യിലെടുത്ത് 8-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് പ്രവചിക്കുന്ന ചില മേഖലകൾ. ഇതാ സക്രിയയുടെ മുൻപിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു, മാതാവിന്റെ പരിശുദ്ധ കന്യാമറിയത്തിന് മുൻപിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു. ഇങ്ങനെ എല്ലാം അവളെ വീണ്ടും തുടങ്ങുക, ദൈവത്തിന്റെ സംസാരം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങുക. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. യേശുവിൻ്റെ 33 വർഷക്കാലം യേശുവിൻ്റെ കാൽവരി ക്രൂശ്, മരണം, അതിനുശേഷം പെന്തക്കുസ്ത ദിനത്തിലേക്ക് 50-ാം ദിനത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെ നമുക്കൊരു ഗ്യാപ്പ് കാണാം. അതായത് യേശു മരിച്ച് പാതാളങ്ങളിലേക്ക് ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം പറയുന്ന കുറച്ച് ദിവസങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നു. ആ ദിവസത്തിന് ശേഷവും പിന്നെയും നമുക്കൊരു 40 ദിവസം യേശുവിൻ്റെ മുൻപിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുന്നു. യേശു ക്രിസ്തു അവരുടെ മുൻപിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുന്നു. 40 ദിവസം
യേശു അവരോടുകൂടെ സംസാരിച്ചു. ഈ 40 ദിവസത്തെ സംസാരത്തിന് ശേഷം പിന്നീട് നമുക്കൊരു 10 ദിവസത്തെ ഗ്യാപ്പ് കാണാൻ പറ്റും. 10 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് പിന്നീടും നമുക്ക് കാണാൻ പറ്റും. ആ 10 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെയും നമുക്ക് പെന്തക്കുസ്ത വന്ന് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. പരിശുദ്ധാത്മാവ് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ശിഷ്യന്മാരോടും ഒക്കെ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഭാഷകളെ ഭിന്നിപ്പിച്ച ദൈവം ഭാഷകളെ ഒന്നിപ്പിക്കുന്നു. അവർ പറയുന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നു. വിവിധ ദേശക്കാർക്ക്, വിവിധ രാജ്യക്കാർക്ക്, വിവിധ ഭാഷക്കാർക്ക് ഒരുപോലെ മനസ്സിലാകുന്നു, ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. എല്ലാ അകലങ്ങളെയും ദൈവം മാറ്റുന്നു. ദൈവമായിട്ടുള്ള സംസാരം അകന്ന് നിൽക്കുന്ന മേഖല ദൈവം മാറ്റി എല്ലാവരുടെയും ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഭാഷാവരത്തെ തരുന്നത് അവിടെ. അതായത് അതുവരെ ദൈവം തൻ്റെ പ്രവാചകന്മാരോട് മാത്രം സംസാരിച്ചിരുന്നുള്ളൂ. എന്നാൽ ദൈവം വിവിധ ഭാഷക്കാരോടും വിവിധ ദേശക്കാരോടും ദൈവത്തെ അനുസരിക്കുന്നവരോട്, യേശുവിനെ ഏറ്റെടുക്കുന്നവരോട്, യേശുവിനെ സ്വീകരിക്കുന്നവരുടെ എല്ലാം മേൽ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന, സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്ന് ലോകത്തിന് തരുന്ന ബോധ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വിവിധ ഭാഷക്കാരോട്, വിവിധ ദേശക്കാരോട് അവരവരുടെ ഭാഷയിൽ സംസാരിച്ചു. ഇതൊരു സൂചനയാണ്. അതായത് ബാബേൽ ഗോപുരം നിർമ്മിച്ചപ്പോ അവർ ദൈവത്തിനെതിരെ വിഘടിക്കുകയും ദൈവഹിതത്തിനെതിരെ സംസാരിക്കുകയും ദൈവത്തിനെതിരെ, ദൈവചിന്തക്കെതിരെ തിരികുകയും ചെയ്തതിനെ ദൈവം ശിക്ഷിച്ചു. എങ്ങനെ? ഭാഷകളെ ഭിന്നിപ്പിച്ചു. ഇനി ആര്, നിങ്ങൾ പരസ്പരം പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആ തരത്തിലേക്ക് ഇതിനെ മാറ്റി. എന്നാൽ പിന്നീട് ഈ ഭാഷകളെ ദൈവം ഒന്നിപ്പിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം ഇതാണ്: ദൈവം ആരോട്? തൻ്റെ ജനത്തോട് സംസാരിച്ചതുപോലെ, ദൈവം നോഹയോട് സംസാരിച്ചതുപോലെ, ദൈവം മോശയോട് സംസാരിച്ചതുപോലെ, ദൈവം ഏലിയായോട് സംസാരിച്ചതുപോലെ, ദൈവം പ്രവാചകരോട് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായതുപോലെ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ദൈവം നമ്മുടെ ചെവികളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ചിന്തകളെ ദൈവം തുറക്കുന്നു. ഇതാ ഭാഷകളെ ഭിന്നിപ്പിച്ച ദൈവം ഭാഷകളെ ഒന്നിപ്പിച്ചത്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ചില ചിന്തകൾ വരും. ഇന്ന കാര്യം ചെയ്യണം. ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും. എന്താണ് പറഞ്ഞതെന്ന് ആ വാക്കുകളോ വേർഡുകളോ നമുക്ക് തിരിച്ചറിയത്തില്ല, പക്ഷെ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. നിങ്ങൾ അതിനൊന്ന് വിധേയപ്പെട്ട് നോക്കി. ഇന്ന ആളോടൊന്ന് വിളിച്ച് ഫോൺ ചെയ്യാനായിരിക്കും ചിലപ്പോൾ ചിന്തിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളോടുള്ള ആ വെറുപ്പൊന്ന് ഉപേക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി ചെയ്യാനായിരിക്കും. നിങ്ങളതൊന്ന് ചെയ്തു നോക്കി. സുവിശേഷത്തിനെതിരെയുള്ളൊരു കാര്യം ഒരിക്കലും ആ സമയത്ത് നിങ്ങൾക്ക് ബോധ്യം വരില്ല. സുവിശേഷത്തിന് അനുകൂലമായൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യം വന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കി. ദൈവം വീണ്ടും ഷാർപ്പായിട്ട് സംസാരിക്കും. അത് ചെയ്യുമ്പോൾ വീണ്ടും അതിനേക്കാൾ ഷാർപ്പായിട്ട് സംസാരിക്കും. അപ്പം നിങ്ങൾ വിളിക്കില്ല, ബ്രദറെ വല്ല ദൂതും ഉണ്ടെങ്കിൽ പറയുമെന്ന് വെച്ച് ഞങ്ങൾ വിളിക്കില്ല, ഞങ്ങളുടെ പണി പോകും. പകരം ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ദൈവം സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും, നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങും. വേറെ ആര് സംസാരിക്കണമെന്ന്. നിങ്ങൾ സുവിശേഷത്തിൽ ഹെബ്രായ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് തന്നെ ജെറമ്യാ പ്രവചനമായ 31-ാം അധ്യായം പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെബ്രായർ 8:11 ഒന്ന് വായിച്ചാൽ: ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞാൻ അവരുമായൊരു ബന്ധമുണ്ടാകും. എന്നെ അറിയുക എന്ന് ഒരുവനും ആരോടും പറയേണ്ടി വരില്ല. അതായത് സെറീന സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു എന്ന് പറയേണ്ടി വരില്ലെന്ന്. ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. സൂസൻ സിസ്റ്ററോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ആരും പറയേണ്ടി വരില്ല. പകരം ഈ കൂട്ടായ്മയിലുള്ള 300-400 പേരോടും ദൈവം നേരിട്ട് സംസാരിക്കുന്നു. അപ്പൊ പ്രവാചകന്മാർക്കും അല്ലെങ്കിൽ സുവിശേഷകർക്കും ശുശ്രൂഷകർക്കും ലോകത്ത് മറ്റു ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറ്റും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും. ഇതുവരെ ദൈവം സംസാരിക്കാത്തവരുടെ അടുത്തേക്ക് ഇറങ്ങാൻ പറ്റും. നിങ്ങൾ പോയി പുതിയ ആളുകളെ കൂട്ടിക്കൊണ്ടുവരും, നിങ്ങൾ പോയി പുതിയ ആളുകളോട് സംസാരിക്കും, ദൈവം ദൂത് വരും, അവരെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. ഇങ്ങനെ ഈ കൂട്ടായ്മയെ ദൈവം വളർത്തും, ദൈവം വലുതാക്കും.
പക്ഷെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലോ, അവിടെ അതാ വചനം പറഞ്ഞിരിക്കുന്നത്. ആരും തന്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക, ദൈവം ഇങ്ങനെ നിങ്ങളോട് പറയുന്നു എന്ന് പറയേണ്ടി വരില്ലെന്ന്. കർത്താവിനെ അറിയുക, കർത്താവ് നിങ്ങളോട് ഇങ്ങോട്ട് പറയുന്നു എന്നൊന്നും പറയേണ്ടി വരില്ല. ഡയറക്റ്റ് കണക്ഷൻ വരുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നു, അപ്പസ്തോലന്മാരിലേക്ക് കടന്നു വന്നു. ഈ അപ്പസ്തോലന്മാരിലേക്ക് കടന്നു വന്നപ്പോൾ പിശാചിനൊരു കാര്യം മനസ്സിലായി, സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ദൈവമാകെ യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. കർത്താവ് ഈ 12 പേരോട് സംസാരിച്ചു. ഈ 12 പേര് ഈ മലയിലെ പ്രസംഗം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്, ഇവിടെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ആംപ്ലിഫയർ ഉണ്ട്. ഈ ആംപ്ലിഫയറിലൊക്കെ ക്യാമറയിലേക്ക് വന്ന് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ഓഡിയോ കേൾക്കുന്നത്. എത്രയും ലൗഡായിട്ടൊക്കെ കേൾക്കുന്നത്, സൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു മലയുടെ മുകളിൽ എത്ര ശബ്ദത്തിൽ സംസാരിച്ചാലാണ് ഈ 5000 പേര് കേൾക്കുന്നത്? ഒരു മലയുടെ ചുറ്റുവട്ടത്ത് 5000 പേര് ഇരിക്കുന്നുണ്ട്. 5 5000 പേര് കൊടുത്തു എന്നല്ല നമ്മൾ കാണുന്നത്. ഈ 5000 പേരോട് ഈ മലയിൽ പ്രസംഗിച്ചപ്പോൾ ഈ 5000 പേര് കേൾക്കണം എങ്ങനെയാ? അതിനിടയ്ക്ക് പിള്ളേരുണ്ടാവും, വീട്ടുകൾ കീയോ ഒക്കെ പറയുന്നുണ്ടാവും, ഒച്ചപ്പാടുണ്ടാവും. ഇതിനിടയിലൊക്കെ കേൾക്കണമെങ്കിൽ യേശു നടുക്ക് നിൽക്കുമ്പോൾ യേശുവിന്റെ ചുറ്റും 12 ശിഷ്യന്മാർ നിൽക്കുന്നുണ്ട് ഗ്യാപ്പുകളിൽ. ഇത് കേട്ട്, അതായത് യേശു എന്താണോ പറഞ്ഞത് അത് പത്രോസ് കേട്ടു. പത്രോസ് അവിടെ ലൗഡായിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവിടെയുള്ള പത്രോസിന്റെ ചുറ്റുമുള്ളവർ കേട്ടു. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്, ഒരു ചങ്ങല പോകുന്നുണ്ട്. അങ്ങനെയാ അവിടെയൊക്കെ മലയിലൊക്കെ പ്രസംഗം എല്ലാവരും കേൾക്കുന്നത്. അല്ലാതെ യേശു എത്ര തൊള്ള തുറന്ന് പറഞ്ഞാലും ആ മലയിൽ മുഴുവനൊന്നും കേൾക്കത്തില്ല. അപ്പൊ യേശു പറയുന്നത് യേശുവിന്റെ ചുറ്റും ശിഷ്യന്മാര്, ഒരു റൗണ്ടിൽ ശിഷ്യന്മാർ വെക്കുന്നുണ്ട്, അടുത്ത റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഉണ്ട്, പിന്നെ 72 ശിഷ്യന്മാരടങ്ങുന്ന അടുത്ത സെക്ഷൻ ഉണ്ട്. ഇവരിങ്ങനെ ഏറ്റു പറഞ്ഞാണ് എല്ലാവരും കേൾക്കുന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് അത് മുഴുവൻ പതിഞ്ഞത്, യേശു പറഞ്ഞ ഓരോ വാക്കുകളും വാക്യങ്ങളും അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞതിന്റെ കാരണം അതാ. അപ്പൊ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് ഈ സുവിശേഷം പ്രഘോഷിച്ചു. ഈ 12 പേരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോ ഇവര് 12 പേരും പല സ്ഥലങ്ങളിൽ പോയി പറയാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2 വായിക്കുന്നത്, അവര് പോയി ക്രേത്തയിലും ഫിലിപ്പിയിലും ഏതൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അവര് കേട്ടത് അവര് പറയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഓരോ സ്ഥലത്തേക്കും പോയി. കൊർന്നേലിയസിന്റെ ഭവനത്തിൽ പോയി പത്രോസ് ഒരാൾ പോയി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവര് പോയി അടുത്ത സ്ഥലത്ത് പറയാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഞാൻ ഈ എന്താ പറയാ, ഈ ഓർഡർ ഉണ്ടല്ലോ, ദൈവം അബ്രാഹത്തിനെ വിളിച്ചു, ഇസ്ഹാക്കിനെ കൊടുത്തു, യാക്കോബിനെ കൊടുത്തു. യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങൾ അടങ്ങുന്ന 70 പേരാണ് ഈജിപ്തിലേക്ക് പോയത്. 70 പേര് ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ 70 പേര് ഈജിപ്തിൽ 400 വർഷം കൊണ്ട് ഏകദേശം 30 ലക്ഷമായി മാറി. ചെറിയ സംഖ്യയല്ല അത്. നിങ്ങൾ എങ്ങനെ, അതായത് ഒരു ബർത്ത് കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര മക്കൾ എന്നുള്ള കാൽക്കുലേഷൻ നിങ്ങൾ എങ്ങനെ എടുത്താലും ഈ കണക്ക് ശരിയാവത്തില്ല, കണക്ക് തെറ്റും. അതായത് 70 പേര് അടങ്ങുന്ന ഒരു 35 കുടുംബം എടുക്കുകയാണെങ്കിൽ 35 പേർക്ക് 12 മക്കളെ വെച്ച് കൂട്ടിയാലും ആ 12 പേർക്ക് പിന്നെയും 12 പിന്നെയും 12 പിന്നെയും 12 4 തലമുറ 400 വർഷം കൊണ്ട് ഒരിക്കലും 30 ലക്ഷം ആവത്തില്ല. ഒരു രീതിയിലും കണക്കൊക്കത്തില്ല. അപ്പൊ ദൈവം അവിടെ ചെയ്തത് വൻ പ്രവൃത്തിയാണ്. വലിയ രീതിയിലെ സംഖ്യയെ വളർത്തി. പരിച്ഛേദനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ വലിയ രീതിയിൽ ഈ സംഖ്യയെ വളർത്തിയെടുത്തു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വിശ്വാസവും പരിശുദ്ധാത്മാവിന്റെ സംസാരവും കമ്മ്യൂണിക്കേഷനും മൂലം 12 പേരടങ്ങുന്നത് നിമിഷ നേരം കൊണ്ട് ജെറുസലേം മുഴുവൻ കീഴടക്കി. സ്തെഫാനോസിന്റെ മരണത്തോടുകൂടി അത് സമരിയയിലേക്ക് പ്രവേശിച്ചു. അത് ഭൂമിയുടെ അറ്റത്തേക്ക് ഇങ്ങനെ വലിയ രീതിയിൽ, അതായത് ഒരു വലിയ വിസ്ഫോടനം പോലെയാണ് ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങോട്ട് 1, 2, 3 നൂറ്റാണ്ടുകളിലൂടെ യൂറോപ്പിന്റെ അറ്റം വരെ പോയിന്ന് പൗലോസിലൂടെയും പത്രോസിലൂടെയും ശിഷ്യന്മാരിലൂടെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളായി മാറി. അത്രയധികം, അതായത് അന്ന് മനുഷ്യവാസമുള്ള യൂറോപ്പിന്റെയും ഈ പറയുന്ന ഏഷ്യ മൈനറും ഏഷ്യയും ഒക്കെയുള്ള ഈ മനുഷ്യവാസമുള്ള എല്ലാ ദേശങ്ങളിലേക്കും ഈ ക്രിസ്തീയ വിശ്വാസം അത്രത്തോളം പടർന്നു പിടിച്ചു, അത്രത്തോളം വലുതായി. എന്തുകൊണ്ടാ? ദൈവം ഓരോരുത്തരോടും ഇൻഡിവിജ്വലി സംസാരിച്ചു. ഇൻ പേഴ്സൺ ദൈവം ഓരോരുത്തരോടും സംസാരിച്ചു. അല്ലാതെ ദൈവം പ്രവാചകരിലൂടെ മാത്രം സംസാരിക്കുന്ന പരിപാടി നിർത്തി. ദൈവം ഓരോരുത്തരോടും സംസാരിച്ചു. പിശാച് നോക്കിയപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഞാൻ പണ്ടൊരു ഹവ്വയെ ഒന്ന് ചതിച്ചതാ, അതോടുകൂടി കുറെ എണ്ണത്തിനെ വഴിതെറ്റിക്കാൻ പറ്റി. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഇതാ ഞാൻ പരാജയപ്പെട്ട് നിൽക്കുക. പിശാച് അടുത്ത പരിപാടി തുടങ്ങി. പീഡനം.
എല്ലാ രീതിയിലും ക്രിസ്തീയ പീഡനം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കഴുത്തറത്ത് കൊല്ലുന്ന, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണമില്ലാതെയാക്കുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന, എല്ലാ രീതിയിലും പീഡിപ്പിക്കുന്ന തരത്തിൽ പീഡനങ്ങൾ കൊണ്ടുവന്നു. എല്ലാ പീഡനം കൊണ്ടുവന്നിട്ടും ഒരു നടപടിയില്ല. ഇത് വളർന്നുകൊണ്ടിരിക്കുക, ഇത് പിന്നെയും വളരുക. എത്രത്തോളം പീഡിപ്പിക്കുന്നോ അത്രത്തോളം വളരുന്നു. ആദ്യത്തെ പീഡനം സ്റ്റാർട്ട് ചെയ്തതാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. നിങ്ങളെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിയേ. സ്തെഫാനോസിനെ എപ്പോ കല്ലെറിഞ്ഞു കൊന്നോ അപ്പോ സഭ വളരാൻ തുടങ്ങി. അതുവരെ ജെറുസലേമിൽ മാത്രം വളർന്നുകൊണ്ടിരുന്ന സഭ, ജെറുസലേമിൽ മാത്രം ആയിരുന്ന സഭ അവിടുന്ന് മൊത്തം സ്ഥലത്തേക്ക് കടന്നു വന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതായത് ജെറുസലേം മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ആ ഒരു സംഭവം സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ, സാവൂൾ എന്ന ഒറ്റ വ്യക്തി സഭയെ പീഡിപ്പിക്കാൻ അധികാരപത്രവുമായി ഇറങ്ങിയപ്പോൾ സമരിയായിലേക്കും മറ്റു ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും എല്ലാവരും പോയി. അതാണ് അപ്പോസ്തല പ്രവൃത്തി 8:4. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവർ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്തു. ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് ചെന്നപ്പോൾ അവിടെ ഉണ്ടായ വിജാതിയരുടെ മുഴുവൻ മേലിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അവർ പോയി അടുത്ത സ്ഥലത്ത് സംസാരിച്ചു. അത് ഏഷ്യ മൈനറിലേക്ക് വന്നു. അത് ഇന്ന് കാണുന്ന തുർക്കി പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും, ഇന്ന് കാണുന്ന എഫേസൂസ്, നമ്മൾ കാണുന്ന തെസലോനിക്ക പോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കൊളോസോസ് പോലുള്ള സ്ഥലങ്ങൾ, സ്മിർന പോലുള്ള സ്ഥലങ്ങൾ, ഇവിടേക്ക് എല്ലാം വ്യാപിച്ചു. ഇവിടെ മുഴുവൻ സുവിശേഷം എത്തി. എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ്. ദൈവം ഓരോരുത്തരോടും ഇൻ പേഴ്സൺ സംസാരിക്കാൻ തുടങ്ങി. സഭ വളരാൻ തുടങ്ങി. പിശാചിന് മനസ്സിലായി പീഡനം കൊണ്ട് കാര്യമില്ല. ഇവന്മാരെ പീഡിപ്പിക്കുമ്പോൾ, കഴുത്തറക്കുമ്പോൾ, കത്തിക്കുമ്പോൾ, പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ അത് വളരുകയാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ അത് വളരുന്നു. പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ അത് പിന്നെയും വളരുന്നു. കൊളോസിയങ്ങളിൽ ക്രിസ്ത്യാനിയെ, മനുഷ്യനെ തുണി കൊണ്ട്, ലിനൻ തുണി കൊണ്ട് ചുറ്റി, മൃഗങ്ങളുടെ കൊഴുപ്പുകൾ അതിൻ്റെ മേൽ പുരട്ടി, രാത്രി ദീപസ്തംഭമായി പച്ചയ്ക്ക് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടാ ക്രിസ്ത്യാനി പിന്നെയും വളരുന്നു. ഇതിനൊരു കുറവില്ല, ഇത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സാത്താന് മനസ്സിലായി ഇനി ഈ പരിപാടി നടക്കത്തില്ല. ഹവ്വയുടെ അടുത്തെടുത്ത പരിപാടി നമുക്ക് വീണ്ടും ചെയ്യാം. അതായത് വിശ്വാസികളുടെ ഇടയിലേക്കാണ് ദുരുപദേശം കൊണ്ടുവരുന്നത്. ആര്യനിസം. ആര്യൻ ഒരു പുരോഹിതനാ, ബിഷപ്പാണ്. പുള്ളി മോശക്കാരനല്ല, തിരക്കേടില്ലാത്തൊരു ബിഷപ്പാണ്. ആര്യനിസം കൊണ്ടുവന്നത്, അതായത് യേശുവിന്റെ ദൈവത്വത്തെ എതിർത്തുകൊണ്ട് ആദിമസഭയിൽ ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ, യേശു ദൈവമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയ ആദ്യത്തെ വ്യക്തി, ആ വ്യക്തികളിലൂടെ തുടങ്ങുന്ന ആര്യൻ മാത്രമല്ല, അതിനു മുമ്പ് മാർസിയൻ. 1-ാം നൂറ്റാണ്ടിൽ തന്നെ മാർസിയനെ കാണാൻ പറ്റും നമുക്ക്. മാർസിയൻ ആദ്യം ചെയ്തത് അപ്പസ്തോലന്മാരുടെ ബൈബിളുകൾ അല്ലെങ്കിൽ ദൈവവചനങ്ങൾ, സുവിശേഷങ്ങളെ പലതിനെയും, ലൂക്കാ സുവിശേഷം എടുത്ത് മാറ്റി വെച്ചു. വെളിപാട് പുസ്തകം അല്ല ശരിയല്ല, എടുത്ത് മാറ്റി വെച്ചു, അത് ഉപയോഗിക്കാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനം അത് ശരിയല്ല. ഇങ്ങനെ പലവിധ ലേഖനങ്ങൾ, ഹെബ്രായ ലേഖനത്തൊക്കെ പുള്ളി തള്ളി, മാർസിയൻ തള്ളി വെച്ചു. ആര്യനിസം തുടങ്ങിയ അദ്ദേഹം അത് മാറ്റിവെച്ചു. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ, അപ്പൊ നെസ്തോറിയനാകട്ടെ, ആര്യനാകട്ടെ, സെബിലിനിസം ആകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ കടന്നു വരുമ്പോൾ സാത്താൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: വിശ്വാസത്തെ തകർക്കുക, വിശ്വാസത്തെ നശിപ്പിക്കുക. വിശ്വാസത്തിന്റെ ഇടയിലേക്ക് പിശാചിന്റെ പ്രവർത്തനങ്ങൾ കടന്നു വന്നു. അപ്പൊ യേശു ദൈവമാണോ? അല്ല. ബൈബിളിൽ ഇങ്ങനെ കാണുന്നു, അപ്പൊ യേശു ദൈവമാണോ? അല്ല. ഇങ്ങനെ പലവിധ മേഖലകൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ഇതുണ്ട്. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ സഭയിലേക്ക് നുഴഞ്ഞു കയറിയ ദുരുപദേശകരെ കുറിച്ച് അപ്പസ്തോലന്മാർ നിരന്തരം പറയുന്നുണ്ട്. അതാ പൗലോസ് അപ്പസ്തോലൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, യേശുവിന്റെ ക്രൂശിനെ അവഗണിച്ചുകൊണ്ട് ഇത്ര വേഗം നിങ്ങളെ വഴിതെറ്റിച്ചത് ആര്? ഞങ്ങൾ തന്നെയോ ദൈവത്തിന്റെ ദൂതൻ തന്നെയോ? ഞങ്ങൾ പ്രഘോഷിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി യേശു ക്രിസ്തുവാണ് കർത്താവ്, യേശുവാണ് കർത്താവെന്ന് ഏറ്റുപറയാത്ത ഒരുവനെയും നിങ്ങൾ വിശ്വസിക്കരുത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം, അവൻ രക്ഷകനെന്ന് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയാത്തവൻ ഞാൻ തന്നെ വന്ന് മാറ്റി പറഞ്ഞാലും, വേറൊരു ദൂതം എന്ന് പറഞ്ഞാലും അവരെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം അപ്പോഴേ ദുരുപദേശകർ അതിൻ്റെ അകത്ത് കയറി.
നിങ്ങൾ വിചാരിക്കരുത് 21 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ആയെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ പോകുന്നത് ഇതിങ്ങനത്തെ ദുരുപദേശകരാണ്. നിമിഷ സിസ്റ്ററെ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊച്ചിന് നോട്ടമുള്ളോ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ കയറുമ്പോൾ ഓരോരുത്തരും വന്ന് പറഞ്ഞു കൊടുക്കും, ദുരുപദേശം വരും. ജെയിംസ് ബ്രദറെ, തലക്കോട് ജെയിംസ് ബ്രദറെ, കുമ്പിട്ടിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞത് എഴുതിയതായിരിക്കും. ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഈ പ്രശ്നമാണ്, ഈ പ്രതിസന്ധിയാണ്. എല്ലാവിധ ദുരുപദേശകരും വരും, സകലവിധ ദുരുപദേശവും വരും. ഇതുവരെ നമ്മൾ കള്ളു പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരുത്തരും വന്നില്ലെന്ന്. വീട്ടിൽ അടിയുണ്ടായി. നമ്മുടെ വീട്ടിലെ പെണ്ണുമ്പിള്ളിയായിട്ട് നല്ല ബഹളവും അടിയും ഒച്ചപ്പാടും കേട്ടു. അത് ആ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ളതാ, അങ്ങോട്ട് തിരിയണ്ട, നോക്കണ്ട, വിട്ടേക്ക് എന്ന് പറയും. ഈ അടി ഉണ്ടാകുന്ന വീട്ടിൽ പിറ്റേ ദിവസം തുടങ്ങി പ്രാർത്ഥന തുടങ്ങി, കയ്യൊട്ടും പാട്ടും തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വരാൻ തുടങ്ങി. അതുവരെ ഒരെണ്ണം അങ്ങോട്ട് വന്നിട്ടില്ല. പ്രാർത്ഥന തുടങ്ങി ദൈവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. പിശാചിനൊരു കാര്യം മനസ്സിലായി, ദൈവം നിങ്ങളോട് നാളെ മുതൽ സംസാരിക്കാൻ തുടങ്ങും, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങും, ദൈവം നേരിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇങ്ങനെ സംസാരിക്കരുത്, ഇതിനെ തകർക്കണം. അപ്പം നിങ്ങളുടെ ഭക്തിയെ തൊടത്തില്ല, പകരം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങും. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളെ തകർക്കാനുള്ള മേഖലകളെ വെച്ച് വരും. അതാണ് നമ്മൾ 24 പാപങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തെക്കുറിച്ച്. അവിശ്വാസം എന്ന കാര്യം, അതായത് പ്രവചനങ്ങളിൽ അവിശ്വാസം, ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ അവിശ്വാസം, രോഗശാന്തിയിൽ അവിശ്വാസം, ഇങ്ങനെയുള്ളൊരു മേഖല നമ്മൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു 11ാമത്തെ പോയിന്റ് ആയിരുന്നു. വീണ്ടും ഒരു കാര്യം പഠിച്ചു, അത് 14ആണെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ഈ മേഖല തകരും. അവിശ്വാസത്തിന്റെ മേഖല, യേശു ദൈവമാണോ? അതായത് നമുക്ക് കാണുമ്പോൾ ഇത് രണ്ടും ഒരു പോയിന്റ് ആണെന്ന് തോന്നും. അതായത് 11ഉം 14ആണെന്ന് എൻ്റെ ഓർമ്മ, എനിക്ക് കറക്റ്റ് ഇല്ല, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച് പറയുന്നത്. ഇത് രണ്ടും സെയിം ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. 24 പാപങ്ങൾ സിൻ ഓഫ് ആ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ ഇതിന് സെയിം അല്ല, ഇത് രണ്ടാ. ഒന്ന്, ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ, സംശയങ്ങൾ ഉണ്ടാക്കും. 2, ദൈവവചനത്തിലും സുവിശേഷത്തിലും അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണോ ഇങ്ങനെയുള്ള പ്രബോധനങ്ങളിലുള്ള അവിശ്വാസം വരും. എൻ്റെ ഒരു അനുഭവം എന്ന് പറയാം. അതായത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി ധ്യാനമൊക്കെ കൂടി, ജീസസ് ധ്യാനം കൂടി, ദൈവവചനം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവവചന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടവകയിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള പലരെയും നമ്മൾ വിളിച്ച് ധ്യാനത്തിന് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ ധ്യാനത്തിന് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പം എൻ്റെ വാർഡിലുള്ള ഒരു ചേട്ടൻ, എൻ്റെ വാർഡിൽ തന്നെയുള്ളൊരു ചേട്ടനാണ്. അദ്ദേഹം നല്ല മദ്യപാനമൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ ഒരു കൂട്ടുകാരനാണ്, അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ. അപ്പോൾ അപ്പച്ചൻ കള്ളുകൂടി നിർത്തി കഴിഞ്ഞപ്പം അപ്പച്ചൻ ആ വ്യക്തിയോട് സംസാരിച്ചു, അമ്മ ആ വ്യക്തിയുടെ ഭാര്യയോട് സംസാരിച്ചു. 2 പേരോടൊക്കെ സംസാരിച്ച് ധ്യാനത്തിന് വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് സൂചിപ്പിച്ചൊക്കെ നിർത്തി. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഷുഗർ കൂടുതലാണ്, കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രോബ്ലം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എടാ നീ കള്ളുകൂടിയൊക്കെ നിർത്ത്, നീ ധ്യാനത്തിന് വാ, നിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കേട്ട് ഓക്കെ ഇങ്ങനെ ശരിയൊക്കെ പറഞ്ഞ് പകുതി മനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ മാസം അവസാനത്തെ ദിവസം ധ്യാനമുണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞു. അപ്പോൾ ഡേറ്റൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഓക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ധ്യാനത്തിൻ്റെ തലേ ദിവസം രാത്രി എന്തോ ഒരു കാര്യത്തിന് ഞങ്ങളുടെ ഇടവകയിൽ ഈ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്തോ ഒരു കാര്യത്തിന് ഇവരുടെ വീട്ടിൽ വന്നപ്പം ഞാനൊന്നും ഉണ്ടാവില്ല, ഞാൻ ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നല്ല കാര്യം, ധ്യാനത്തിന് പോകണല്ലേ, ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ധ്യാനത്തിന് പോകണമെന്ന് ചോദിച്ചപ്പോൾ അത് മറ്റേ ഇന്ന ആൾ പറഞ്ഞ സ്ഥലത്താണ് ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ അപ്പം പറഞ്ഞ സ്ഥലത്താണ് ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വാർഡ് പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ, അവിടെയാണോ ധ്യാനത്തിന് പോകണേ എന്നുള്ളൊരു സംഭവമായി. പുള്ളിക്കാരത്തി അപ്പം തന്നെ ആ പള്ളിയിൽ അച്ഛനെ വിളിച്ചു. അച്ഛനപ്പം തന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ധ്യാനത്തിന് നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകുമോ, പക്ഷേ ആ വൃത്തിയായിട്ട സ്ഥലം ഉണ്ടല്ലോ, ഞാൻ അവിടെ മാത്രം വിടരുത്, വേറെ എവിടെ വേണമെങ്കിലും പൊക്കോ, അവിടെ മാത്രം പോകണമെന്ന് പറഞ്ഞു. രാത്രി പാക്ക് ചെയ്ത്, അതായത് പെട്ടി വരെ പാക്ക് ചെയ്ത്, ഞാൻ രാവിലെ കാറും കൊണ്ട് ചെല്ലാം, നമുക്ക് ധ്യാനത്തിന് പോകാം എന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത്, ഞങ്ങൾ പെട്ടി വരെ പാക്ക് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പെട്ടി പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രി 11 മണിയായപ്പോൾ ഞങ്ങൾക്ക് കോള് വന്നു, ചേട്ടാ ഞങ്ങൾ ധ്യാനത്തിന് വരുന്നില്ല, ഞങ്ങൾക്ക് വേറൊരു അത്യാവശ്യമുണ്ട്, വേറൊരു കേസാണെന്നൊക്കെ പറഞ്ഞു.
വേറെ നുണയൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒഴിവാക്കി. പക്ഷെ പിന്നീട് നമ്മളടുത്ത് നേരിട്ട് പറഞ്ഞു കേട്ടോ, അങ്ങനെ അച്ഛൻ വിളിച്ചിരുന്നു, ഇന്ന ആളാണ് അതിൻ്റെ കാരണം, ഇന്ന സംഭവമാണെന്നൊക്കെ ഞങ്ങളത് നേരിട്ട് പറഞ്ഞു, പിന്നീട് പേഴ്സണലി പറഞ്ഞു. പിന്നീട് അത് പറയാനുള്ളൊരു കാരണം വേറെ ഒന്നുമല്ല, ഇവർ പിന്നെ ആ ധ്യാനത്തിന് പോയില്ല, കുറേ കാലം ഇങ്ങനെ കറങ്ങി നടന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പം ഈ സഹോദരന് ഷുഗർ കൂടി കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനുശേഷം ഈ സഹോദരൻ മരണപ്പെട്ടു. ഇപ്പം അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത്. ഇതിനുശേഷം ആ വീട്ടിൽ ക്യാൻസർ വന്നു. ഈ ധ്യാനത്തിന് പോകാമെന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാൻസറായി. അതായത് ഈ കാല് മുറിച്ച് കളഞ്ഞത് പുരുഷനാണെങ്കിൽ ക്യാൻസർ വന്നത് സ്ത്രീക്കാണ്, അവിടുത്തെ കുടുംബനാഥയ്ക്കാണ്. ഇതുവരെ അവരൊരു ധ്യാനത്തിന് വേറെ ആരെങ്കിലും കൊണ്ടുപോയത് എൻ്റെ അറിവിലില്ല. അതായത് ഇത് പറഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛൻ മാറി, പുതിയ അച്ഛൻ വന്നു. സ്ഥിരമായിട്ട് അവർ പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, സാധാരണ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പുതിയ അച്ഛനിപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് വലിയ ആകുലതയൊന്നുമില്ല, പുതിയ കാര്യങ്ങളിലേക്ക് അച്ഛൻ പോകുന്നു. അത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട്, അതിൻ്റെ പിന്നാലെ പോകുന്നു. ഈ പറയുന്ന യൂണിറ്റ് പ്രസിഡൻറ്റോ ഈ പറയുന്ന ആരും പിന്നെ അവർ ധ്യാനത്തിന് കൊണ്ടുപോയത് എൻ്റെ അറിവിലില്ല. ഇപ്പോഴും ആ കുടുംബം അങ്ങനെ കിടക്കുന്നു. അതായത് ദൈവം അവരോട് സംസാരിക്കുമെന്ന് പിശാചിന് തോന്നിക്കഴിഞ്ഞാൽ ആരും വന്ന് അതിനെ എതിർക്കും. ഏത് വ്യക്തിയും വരും അതിനെതിരെ, പല ആളുകളും വരും. ഞാൻ ധ്യാനത്തിന് പോയി, ഞാൻ കൊല്ലൂടി നിർത്തി, ഞാൻ പ്രാർത്ഥനയൊക്കെ തുടങ്ങി 6 മാസം, കറക്റ്റ് 6 മാസം എൻ്റെ വീട്ടിൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 6-ാം മാസം എനിക്ക് കോള് വന്നു. വികാരി അച്ഛനെ വിളിപ്പിച്ചു, എടാ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒന്നും കാണാത്ത അച്ഛനെ പിന്നെ ഇപ്പം എന്നെ എന്തിനാണോ കാണണേ? എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചെന്നു, അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞു, നീ ഒരു ധ്യാനത്തിലൊക്കെ പോയെന്ന് പറഞ്ഞിട്ടല്ലോ. അച്ഛാ ധ്യാനത്തിന് പോയി. എവിടെയാണ് പോയേ? ജീസൂഷനിലാണ് ധ്യാനത്തിന് പോയേ. ആണോ? ഷിബുവാലാലിൻ്റെ ധ്യാനമാണോ? അതെ, അവിടെയാണ് പോയത്. ഇനി നീ മേലാലിൻ്റെ ധ്യാനത്തിന് പോരുത് അവിടെ. ഞാൻ ചോദിച്ചു, അതിനെന്നെ കുഴപ്പം? അവിടെ ബൈബിളാണ് പഠിപ്പിക്കുന്നത്, ദൈവജനമാണ്. അവിടെ കുർബാനയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, കുർബാനയില്ല. അതെന്താ കുർബാനയില്ലാത്ത? ഇതൊരു എക്യുമെനിക്കൽ കൂട്ടായ്മയാണ്. അവിടെ കത്തോലിക്കരുണ്ട്, യാക്കോബായക്കാരുണ്ട്, ഓർത്തഡോക്സിൻ്റെ എല്ലാവിധ ആളുകളുണ്ട്. അപ്പോൾ കുർബാനയില്ലാത്ത പിശാചിൻ്റെയാ. ഞാൻ പറഞ്ഞു, അല്ല, അവർ കുർബാനയെക്കുറിച്ച് എനിക്ക് കൂടുതൽ ബോധ്യം തന്നിട്ടേ ഉള്ളൂ, അല്ലാതെ കുർബാനയ്ക്ക് എതിരെ പറഞ്ഞിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഇപ്പം അങ്ങനെ പറയും, കുറച്ച് കാലം കഴിയുമ്പോൾ മാറ്റി പറയും എന്ന് പറഞ്ഞു. നീ ധ്യാനത്തിന് പോരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഞാൻ അവിടെ ധ്യാനത്തിന് പോകണം, ഞാൻ അവിടെ ദൈവവചനം കേൾക്കണം. ഞാൻ കള്ളു കുടിച്ചുകൊണ്ട് നടന്നപ്പോഴൊന്നും ഇവിടെ ഒരു അച്ഛനെ എന്നെ ഉപദേശിക്കാൻ വന്നതായിട്ട് കണ്ടില്ല. ഞാനിവിടെ ഈ പെരുന്നാളിന്, ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളിന് ഞാനിവിടെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരച്ഛനും എന്നെ വിളിച്ച് ഉപദേശിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, അല്ല, ഞാൻ ദൈവത്തിലേക്ക് വരുന്നപ്പോൾ നിങ്ങൾ ആരും ഉപദേശിക്കാൻ വരണ്ട, അങ്ങനെയുള്ള ഉപദേശം സ്വീകരിക്കാൻ തൽക്കാലം താല്പര്യമില്ല. അന്ന് എൻ്റെ ഇടവകയിൽ ഒരുത്തരും ധ്യാനത്തിന് കൊണ്ടുപോകരുത്. ഞാൻ പറഞ്ഞ, അച്ഛൻ നോക്ക്, കൊണ്ടാൻ പറ്റുമെന്ന് ഞാനും നോക്കാം, കൊണ്ടാതിരിക്കാൻ പറ്റുമെന്ന് അച്ഛനും നോക്ക്. ദൈവവചനം കേൾക്കുന്ന കാര്യമല്ലേ. മനുഷ്യനെ ഞാൻ ആശ്രയിക്കത്തില്ല, മനുഷ്യനെ ഞാൻ അനുസരിക്കത്തില്ല. പത്രോസ് പറഞ്ഞ വാക്യമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുള്ളൂ, നിങ്ങളെക്കാളധികം ദൈവത്തെ ഞങ്ങൾ അനുസരിക്കും. പുരോഹിതന്മാരുടെ അടുത്ത് പത്രോസ് പറഞ്ഞ പോലെ തന്നെ ഞാനത് പറഞ്ഞ് അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ അന്ന് വിളിപ്പിച്ച് അന്ന് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട് വെഞ്ചിരിക്കാൻ ഞാൻ അച്ഛനെ തന്നെ പോയി വിളിച്ചു. അന്ന് അച്ഛൻ വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ വീട്ടിൽ തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ വയ്ക്കണം, അതാണ് കത്തോലിക്കരുടെ പ്രധാനപ്പെട്ട വിശ്വാസം. ഞാനിങ്ങനെ തലയാട്ടി. അപ്പം അച്ഛൻ പറഞ്ഞു, നിൻ്റെ ആട്ട് കാണുമ്പോൾ എനിക്കറിയാം നീ എന്നെയാണ് ആട്ടണേ, അല്ലാണ്ട് നീ ഇത് വെക്കുന്ന ആട്ടല്ലാന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ വെഞ്ചിരിക്കി എന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ വെഞ്ചിരിക്കാൻ അത് അച്ഛനൊരു ഇടർച്ച ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ തലയാട്ടിയതാണ്. അപ്പം പുള്ളിക്ക് കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവവുമായിട്ടൊരു സംസാരം തുടങ്ങിയ പല ആളുകൾ വരും. നമ്മൾ വിചാരിക്കും വരാൻ പോകുന്നത് പിശാച് മറ്റേ 2 കൊമ്പും ഒരു വാലും കറുത്ത ഡ്രസ്സൊക്കെ ആയിട്ട് വരണമെന്ന് വിചാരിക്കും. അതൊന്നല്ല വരാൻ പോകുന്നത് നേരെ തിരിച്ചാ. നിങ്ങൾ പണ്ട് ഒനീട്ടയുടെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒനീട്ട ടിവിയുടെ പരസ്യം. ശരിക്കും അതൊരു എന്താ പറയുക, മോഷനാണ്. അതായത് പ്രമോഷനേ അല്ല നമ്മൾ കാണുന്നത്. അതായത് ഒരു സാത്താൻ വന്നിട്ട്, അന്ന് നമ്മൾ സുവിശേഷകരൊക്കെ പ്രഘോഷിക്കുന്ന കാര്യം എന്താ? സാത്താൻ്റെ പെട്ടി. പെന്തക്കോസ്തക്കാരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ടിവിനെ സാത്താൻ്റെ പെട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ സാത്താൻ്റെ പെട്ടി പിന്നീട് പെന്തക്കോസ്തക്കാർ തന്നെ സുവിശേഷ പ്രഘോഷണത്തിന് ഉപയോഗിച്ചു തുടങ്ങി. അന്ന് സാത്താൻ്റെ പെട്ടിയാണെന്ന് പ്രഘോഷിച്ചവർ വരെ പിന്നെ അതിനെ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. അപ്പം അന്ന് ഈ സാത്താൻ്റെ പെട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ പറയുന്ന കൊമ്പും വാലും ഉള്ള ഈ ഒനീഡയുടെ ആള് വന്ന് തന്നെ തകർത്ത് നശിപ്പിച്ച് കളയുന്നതാണ് ഒനീഡയുടെ പരസ്യം, ഒനീഡ ടിവിയുടെ പരസ്യം. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അത് പ്രമോഷൻ അല്ല, ഡീമോഷനാണ്.
അതായത് ഒന്നിനെ പ്രൊമോട്ട് ചെയ്യല്ല നടക്കുന്നത്, അതിനെ തകർക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? അന്നത്തെ കാലത്ത് സകല ആളുകളുടെ ഇടയിലേക്ക് ഈ ഒനീഡ ഇടിച്ചു കയറി. അതൊരു പ്രൊമോഷനായി മാറി. അതായത് സാത്താന്റെ പെട്ടിയെ അങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിനെ പോലും അവർ പരസ്യമായി ഉപയോഗിച്ച് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈ സാധനം കൊണ്ടുവന്നു. ഇതാണ് സാത്താന്റെ തന്ത്രം, പിശാചിന്റെ തന്ത്രം. എങ്ങനെയാ? നമ്മൾ ഒരിക്കലും പ്രസന്റിൽ നമ്മൾ വിചാരിക്കരുത്, അയ്യോ ഇത് ടി വിക്ക് എതിരെയാണല്ലോ ഈ പരസ്യം എന്ന് വിചാരിക്കരുത്. ടി വിക്ക് എതിരെയാണെങ്കിലും അത് അനുകൂലമായിട്ടായിരിക്കും അവർ കൊണ്ടുവരുന്നത്. നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ, കട്ടവൻ തന്നെ പോലീസുകാരനോട് അതെ ഞാനാ കട്ടയെന്ന് പറയുമ്പോൾ നീ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന പോലെ, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല എന്ന പോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. പുതിയ നിയമസഭയെ രണ്ട് രീതിയിൽ സാത്താൻ തകർക്കാൻ നോക്കി. ഒന്ന്, ആദ്യം പീഡനങ്ങൾ കൊടുത്തു, ഇത് വളർന്നുകൊണ്ടിരുന്നു. അപ്പൊ പീഡനങ്ങൾ കൊടുത്തപ്പോൾ വളർന്ന സഭയെ പിശാചിനൊരു കാര്യം മനസ്സിലായി, പീഡിപ്പിച്ചിട്ട് കാര്യമില്ല, ഇനി എന്ത് ചെയ്യണം? പീഡനം കൊണ്ട് നശിക്കാൻ പോകുന്നില്ല, പകരം ഇതിന്റെ പഠനങ്ങളെ തെറ്റിക്കണം, ഇതിന്റെ പ്രബോധനങ്ങളെ നശിപ്പിക്കണം. അതിന് ആര്യനിസം, സെബുലിനിസം, നെസ്തോറിനിസം എന്ന് വേണ്ട 1-ാം നൂറ്റാണ്ടിൽ വന്ന പാഷണ്ഡതകളെ, ഞാനിത് ഈ പാഷണ്ഡതകളുടെ ലിസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിച്ച്, ഞാൻ ഞങ്ങളുടെ ലൈബ്രറിയിൽ പോയിട്ട് പാഷണ്ഡതകളെ കുറിച്ചുള്ള അവിടെയാണെങ്കിൽ ഒരു റാക്ക് മുഴുവൻ ഈ സാധനം ഇരിക്കുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, വായിച്ചാൽ തീരില്ല, അമ്മാതിരി പുസ്തകങ്ങളാണ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന പാഷണ്ഡതകൾ അത്രയധികമാണ്. ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ പിശാച് കൊണ്ടുവന്ന മുട്ടിന് പാഷണ്ഡതകളാണ് അനേകം മേഖല. അത്രയധികം പാഷണ്ഡതകളാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴും സാത്താൻ ഒരു കാര്യം മനസ്സിലായി, പീഡിപ്പിച്ചിട്ടും വളർന്നു, പാഷണ്ഡതകൾ വന്നപ്പോൾ കൂടുതൽ ശക്തമായി. ഈ പാഷണ്ഡതകൾ വന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? അതായത് ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്ക് എതിരെയാണ് അന്നത്തെ അപ്പസ്തോലിക പിതാക്കന്മാർ അനേക പുസ്തകങ്ങൾ എഴുതി. അപ്പൊ അനേക പുസ്തകങ്ങൾ എഴുതിയപ്പോ ദൈവവചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ, എന്തായത് അപ്പസ്തോലന്മാർ ഇന്ന വചനത്തിന് ഇന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് എക്സ്പ്ലനേഷൻസ് എഴുതാൻ തുടങ്ങി. ജെറോം പിതാവ്, ആദിമസഭയിലെ ജെറോം പിതാവ്, അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം 1-ാം നൂറ്റാണ്ടിലുണ്ടായ പാഷണ്ഡതകൾക്കെതിരെയാണ് ജെറോം പിതാവ് ഇതിനെ ഒരു എക്സ്പ്ലനേഷൻ എഴുതണമെന്നുള്ളതിന്റെ തീരുമാനം എടുത്തത്. ഇങ്ങനെ അനേക വ്യക്തികൾ ലിറ്ററലി പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇത് കാലങ്ങൾക്ക് സൂക്ഷിക്കുന്ന തരത്തിൽ, അതായത് ഒരു പ്രബോധനം, തെറ്റായ പ്രബോധനം വന്നപ്പോൾ ആ പ്രബോധനത്തെ അടിച്ചിരുത്താൻ പ്രസംഗങ്ങൾ മാത്രമാണ് 1-ാം നൂറ്റാണ്ടിൽ സഭ ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രബോധനങ്ങൾ, തെറ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ടുവന്ന് മറ്റേ നമ്മൾ കൊളോസ് ലേഖനത്തിൽ പഠിക്കുന്നുണ്ട്. കൊളോസ് ലേഖനം 3-ലോ 4-ലോ ആണെന്ന് തോന്നുന്നു, 4-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജയിൽവാസം എനിക്ക് അനുഗ്രഹമായി മാറി, കാരണം ഈ സുവിശേഷങ്ങൾ എഴുതാൻ അത് കാരണമായി എന്ന തരത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ, അതായത് എൻ്റെ കാരാഗ്രഹം എനിക്ക് അനുഗ്രഹമായി എന്നാ പറഞ്ഞത്. എൻ്റെ കാരാഗ്രഹം ദൈവവചനത്തിൻ്റെ കവാടം തുറക്കാൻ അത് കാരണമായി എന്ന് പറഞ്ഞിരിക്കുന്നു. 3-ാം വാക്യം, കൊളോസ് 4-ാം അധ്യായം 3-ാം വാക്യം, കൊളോസ് ലേഖനം 4:3 നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ. ദൈവവചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ, ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥരായിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മളൊന്ന് വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ, ഒരാഴ്ച ഒരു രോഗം വന്ന് വെറുതെ ഇരിക്കുക, ആ ഒരാഴ്ച പോയി എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുറെ കാലം കാരാഗ്രഹത്തിലായി, കാരാഗ്രഹത്തിലായി, പൗലോസിന്റെ സുവിശേഷ പ്രസംഗം മുഴുവൻ തകർന്നുപോയി. ഈ പ്രസംഗങ്ങൾ എത്രയോ സ്ഥലത്ത് സഭയെ സ്ഥാപിക്കാമായിരുന്നു, എത്ര സഭകൾ ഉണ്ടാക്കാമായിരുന്നു, എത്ര വിശ്വാസികൾ ഉണ്ടാക്കാമായിരുന്നു. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ന് 2026 നിന്ന് കൊളോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്, ഞാൻ കാരാഗ്രഹത്തിലായിരിക്കുന്നത് അനുഗ്രഹമായി മാറി, കാരണം എനിക്ക് ഈ ലേഖനം എഴുതാൻ കാരണമായത്. ഞാൻ ഈ ലേഖനം എഴുതിയത് കൊണ്ട് ഇന്ന് 2026 നിങ്ങൾ ഈ ലേഖനം ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിച്ച് ഇതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് കാരണമായി മാറിയെന്ന്. അപ്പൊ എന്റെ കാരാഗ്രഹം അനുഗ്രഹമായി. പിശാച് അധികാരികളെ കൊണ്ട് പൗലോസിനെ ബന്ധനത്തിലാക്കിയത് സുവിശേഷത്തിന് അനുഗ്രഹമായി മാറി. പിശാച് ഉദ്ദേശം എന്താ? പൗലോസിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, പൗലോസിനെ പൂട്ടണം. പൗലോസിനെ പൂട്ടിയില്ലെങ്കിൽ നടപടിയില്ല, അല്ലെങ്കിൽ സുവിശേഷം അനേക സ്ഥലത്തേക്ക് വികസിക്കും. അതുകൊണ്ട് പൗലോസിനെ പൂട്ടാൻ വേണ്ടി പൗലോസിനെ കാരാഗ്രഹത്തിലാക്കി.
പക്ഷെ പൗലോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ കാരാഗ്രഹത്തിലിരുന്ന് പൗലോസ് ലേഖനങ്ങൾ എഴുതിയത്. കാരാഗ്രഹ ലേഖനങ്ങളാണ് കൊളോസി ലേഖനം, എഫേസി ലേഖനമൊക്കെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അപ്പം ഈ ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ അത് സഭയുടെ, അതുപോലെ തിമോത്തി അവസാനത്തെ ലേഖനമാണ് തിമോത്തി ലേഖനം, 2 തിമോത്തി. സഭ എങ്ങനെയായിരിക്കണം, സഭയുടെ ഓർഡർ എങ്ങനെ, സഭയിൽ എന്തൊക്കെ ഉണ്ടാകണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, സഭയുടെ ഹൈറാർക്കിക്കൽ ഓർഡർ കൃത്യമായി നമുക്ക് തന്നിരിക്കുന്നത് ഈ ലേഖനങ്ങളാണ്. കാരണം എന്താ, പൗലോസിനെ ജയിലിലാക്കിയത് അതിൻ്റെ അനുഗ്രഹം. അപ്പോഴും പിശാചിനൊരു കാര്യം മനസ്സിലായി, ഇവന്മാരെ പീഡിപ്പിച്ചാലും വളരും, ജയിലിലാക്കിയാലും വളരും, കത്തിച്ചു കൊന്നാലും വളരും, പ്രബോധനം നടത്തിയാലും വളരും. ഈയിടെ എന്തൊക്കെ ചെയ്തിട്ട് ഈ സാധനം വളർന്നുകൊണ്ടിരിക്കുക, ഇതിനെ തകർക്കാൻ പറ്റുന്നില്ല, ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു വചനം വായിച്ചിട്ടുണ്ടോ, നഗര കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ആ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? സുവിശേഷത്തെ എങ്ങനെ പൂട്ടാൻ നോക്കിയാലും, സത്യസുവിശേഷത്തെ എങ്ങനെ താറടിക്കാൻ നോക്കിയാലും, ദൈവവചനത്തെ എങ്ങനെ നശിപ്പിക്കാൻ നോക്കിയാലും, ദൈവവചനം അത് സ്വർഗത്തിന്റെ ആണോ ദൈവത്തിന്റെ ആണോ, ആരതിനെതിരെ താറടിക്കാൻ നോക്കിയാലും നശിക്കത്തില്ലെന്ന്. അതിനെതിരെ എത്ര കിംവദന്തികൾ വെച്ചോ, എത്ര മേഖലകൾ, എത്ര പഴിവാക്കുകൾ, എന്തൊക്കെ പിശാച് പ്രവർത്തിച്ചോ അതൊക്കെ പുഷ്പം പോലെ പോകുന്നു. ജീസസിനെതിരെ എത്രയൊക്കെ ആരോപണങ്ങൾ വന്നു, ജീസസിന് ഇപ്പോഴും കർത്താവ് കൊണ്ടുപോകുന്നു, ഒരു കുഴപ്പമില്ലാതെ. എന്തൊക്കെ ആരോപണങ്ങൾ നമുക്കെതിരെ വന്നു, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു. എടാ, സ്വർഗമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നതെങ്കിൽ നരക കവാടമേ നീ ഇതിനെതിരെ പ്രബലപ്പെടുത്തില്ലെന്ന്, നിനക്ക് തൊടാൻ പറ്റത്തില്ലെന്ന്. നീ എന്തൊക്കെ കൊണ്ടുവന്നോ, അധികാരം കൊണ്ടുവന്നോ, പ്രബോധനം കൊണ്ടുവന്നോ, കള്ള നുണകൾ കൊണ്ടുവന്നോ, ഏതൊക്കെ കൊണ്ടുവന്നാലും നോ, ഇതിനെതിരെ തൊടാൻ പറ്റത്തില്ലെന്ന്. ഇത് വളർന്നുകൊണ്ടിരിക്കും. നീ പീഡിപ്പിച്ചോ, നീ കത്തിച്ചോ, നീ പച്ചയ്ക്ക് നശിപ്പിച്ചോ, വാളെടുത്തോ, ബോംബിട്ടോ, എന്തിട്ടാലും ഒന്നും നടക്കത്തില്ലെന്ന്. സ്വർഗത്തിന്റെ ആണെങ്കിൽ ഇത് വളർന്നുകൊണ്ടിരിക്കും, ഇത് വളർന്നുകൊണ്ടേയിരിക്കും. പത്രോസിനെ കഴുത്തറുത്ത് കൊന്നപ്പോ അനേക പത്രോസുമാർ ജനിച്ചു. പൗലോസിനെ കഴുത്തറുത്ത് കൊന്നപ്പോ അനേക പൗലോസുമാർ ജനിച്ചു. ഒരു സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോ ആയിരക്കണക്കിന് സ്തെഫാനോസ് ഈ ലോകത്തിലുണ്ടായതിന്റെ ചരിത്രമാണ് ക്രിസ്ത്യാനിക്കുള്ളത്. അതുകൊണ്ട് ഇതിനെ പ്രബോധനം കൊണ്ടും തകർക്കാൻ പറ്റത്തില്ല, ഇതിനെ പ്രലോഭനങ്ങൾ കൊണ്ടും തകർക്കാൻ പറ്റത്തില്ല, ഇതിനെ പീഡനം കൊണ്ടും തകർക്കാൻ പറ്റത്തില്ല എന്ന് ദൈവം തൻ്റെ സഭയെ വളർത്തി കാണിച്ചു. അപ്പോഴാണ് അടുത്ത പരിപാടി കൊണ്ടുവന്നത്. 3-ാം നൂറ്റാണ്ടില് AD 325 സഭ ഔദ്യോഗികമായി രാജാവിൻ്റെ പോലും വിശ്വാസമായി പ്രഖ്യാപിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റിക്ക് അനുവാദം കൊടുത്തു. ഓക്കെ, പോരട്ടെ, വിശ്വാസം പോരട്ടെ, ക്രിസ്ത്യാനിറ്റി വളർന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എല്ലാ തടസ്സങ്ങളും മാറ്റി, സുവിശേഷ പ്രഘോഷണം ഔദ്യോഗിക മാറ്റി, ദൈവവചനം ഔദ്യോഗിക മാറ്റി, അധികാരം അതിൻ്റെ മേൽ കൊടുത്തു, പവർ, മണി പൊളിറ്റിക്സ് അതിൻ്റെ മേൽ കൊടുത്തു. പിന്നെ വേറൊന്നും വേണ്ട, ഇത് നശിക്കാൻ വേറൊന്നും വേണ്ട, ഇത് തകരാൻ വേറൊന്നും വേണ്ട. ഇനി ഒരു പീഡനം വേണ്ട, ഒരു പ്രലോഭനം വേണ്ട, അത് തന്നെ പൊക്കോളും, കുഴപ്പമില്ല. 3-ാം നൂറ്റാണ്ടിൽ ശക്തമായി, 4-ാം നൂറ്റാണ്ടിൽ ശക്തമായി, 5ഉം 6ഉം നൂറ്റാണ്ടുകളിലേക്ക് വന്നപ്പോൾ ശക്തമായൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ 6-7-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അതിലേക്ക് വിഗ്രഹത്തിന്റെ പ്രബോധനം കടന്നു വന്നു, ഐക്കണോക്ലാസം കടന്നു വന്നു. 7-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കാണുന്ന ശക്തമായ സഭാപിതാക്കന്മാരിലൂടെ ഈ സഭ മുന്നോട്ട് പോയി. 4-ാം നൂറ്റാണ്ടിൽ എഫേസസ് സൂനോദോസോടുകൂടെ സഭ പിളരാൻ തുടങ്ങി, വിഭജിക്കാൻ തുടങ്ങി. പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിൽ വൈരാഗ്യങ്ങൾ, വിദ്വേഷങ്ങൾ, അല്ലെങ്കിൽ ചില ഇടർച്ചകൾ തുടങ്ങി. പ്രബോധനപരമായ കാര്യത്തിൽ പലവിധ രീതിയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. 7-ാം നൂറ്റാണ്ടിൽ ഐക്കണോക്ലാസം എന്ന രീതിയിൽ പലതിലേക്ക് അത് മാറാൻ തുടങ്ങി. 11ഉം 12ഉം നൂറ്റാണ്ടുകളിലേക്ക് കടന്നു പിന്നെയും രാജകീയ അധികാരങ്ങൾ, പവർ ഇതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി, വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ 16-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഇത് ഏകദേശം ഇനി സാത്താൻ ഒന്നും ചെയ്യേണ്ട, പുള്ളി ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, അത് തകർത്തോളും, അത് നശിച്ചോളും, ആ അവസ്ഥയിലേക്ക് ഇതിനെ എത്തിക്കാൻ തുടങ്ങി. അപ്പോഴും ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ചു. ഇനി അതിനിടയിൽ 6-ാം നൂറ്റാണ്ടിൽ സാത്താൻ ഇതിലെ വേറൊരു തന്ത്രം വയ്ക്കുന്നുണ്ട്. 6th സെഞ്ചുറിയിൽ, അതായത് നമ്മളറിയാലോ, ഒരു കാര്യം പരാജയപ്പെട്ടാലും പിന്നെയും ശ്രമിക്കുന്നൊരു പരിപാടിയുണ്ട് പിശാചിന്. പ്രബോധനവും പീഡനവും ഒരുമിച്ച് കൊണ്ടുവന്നു. പ്രബോധനവും പീഡനവും ഒരുമിച്ച് കൊണ്ടുവന്നു. നമുക്കറിയാം, 6-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരു വിശ്വാസം നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഈ കൂട്ടായ്മയിൽ പലരും ആ വിശ്വാസം നടക്കുന്ന സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവരാ. ഗൾഫ് കൺട്രിയിലൊക്കെ കൂടുതലായിട്ടുള്ള വിശ്വാസം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഞാനായിട്ട് പേര് പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവും പെട്ടെന്ന്. പേര് പറയാൻ പേടി ഉണ്ടായിട്ടൊന്നുമല്ല. മുഹമ്മദിലൂടെ കടന്നു വന്ന
ആ ഒരു വിശ്വാസം. നോക്കുമ്പോൾ അവിടെ യേശുവുണ്ട്, അബ്രഹാമുണ്ട്, അവിടെയും യാക്കോബുണ്ട്, ഈസയുണ്ട്, അതായത് മോശയ്ക്ക് പകരം അവിടെ മൂസയുണ്ട്. പേര് മാത്രം ചെറിയൊരു വ്യത്യാസം. നമ്മളൊരു സിനിമ ഉണ്ടല്ലോ, മാമുക്കോയ ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഒരു സിനിമയുണ്ടല്ലോ, പുള്ളി എന്ത് പേര് പറഞ്ഞാലും മുസ്ലിം പേരാക്കി മാറ്റും. അതായത് സാമുവൽ എന്നുള്ള പേര് പുള്ളി വേറെന്തൊരു പേരാക്കി മാറ്റും. അത് ഞാൻ സിനിമയുടെ പേര് മറന്നുപോയി. അതായത് എല്ലാ പേരുകളും പുള്ളിയോട് ക്രിസ്ത്യൻ പേര് പറഞ്ഞാലും പുള്ളി അത് മുസ്ലിം പേരാക്കി മാറ്റും. മാമുക്കോയാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ പുള്ളി 6-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മറ്റേ മച്ചാനാ. മോശ എന്നുള്ളത് പുള്ളി മൂസയാക്കി, യേശു എന്നുള്ളത് പുള്ളി ഈസയാക്കി, അബ്രഹാം എന്നുള്ളത് പുള്ളി ഇബ്രാഹിം ആക്കി. ഇങ്ങനെ പേരുകളിൽ മാത്രം ചെറിയ വേരിയേഷൻസ് വരുത്തി. യേശു ക്രൂശിയെ മരിച്ചോ? ഇല്ല. യേശു ദൈവമാണോ? അല്ല. യേശു മരിച്ചോ? യേശു വീണ്ടും വരും. ഇതൊക്കെ അവരുടെ പുസ്തകത്തിലുണ്ട്. നമ്മൾ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. യേശു വീണ്ടും വരും എന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അപ്പോസ്തലന്മാർ പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. നോക്കുമ്പോൾ നമുക്ക് ഇതായിട്ട് ചെറുതായിട്ടൊരു ഇത് അതുമായിട്ട് എന്തോ ഒരു ചെറിയ സാമ്യം ഉണ്ടല്ലോ എന്ന് തോന്നും, അല്ലെ? 2 500 നോട്ട്, ഒരു കള്ളനോട്ടും ഒരു ഒറിജിനൽ നോട്ടും വെച്ച് കഴിഞ്ഞാൽ ചില ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ 99% കാര്യങ്ങൾ ഒരുപോലെ ഇരിക്കും, 1% കാര്യം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ ഇരിക്കുന്ന ഒരു സാധനമാണത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ സംഭവത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്പസ്തോലന്മാർ ചെയ്യരുത് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്തോ ചെയ്തോ ചെയ്തോന്നാക്കി. ഒരൊറ്റ വിവാഹം, അതിനപ്പുറത്തോട്ട് പോകരുത്. യേശു പഠിപ്പിച്ചു, അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു. ആദിയിൽ അങ്ങനെയായിരുന്നു. ആദത്തിന് ഏക ഭാര്യ ഹവ്വ, അങ്ങനെയായിരുന്നു. മോശ നിങ്ങൾക്ക് ആ നിയമം നൽകിയത് നിങ്ങളുടെ ഹൃദയകാരുണ്യ നിമിത്തം. അപ്പൊ ആശ വന്നിട്ട് പറഞ്ഞു 4 വരെ ആകാം, കുഴപ്പമില്ല. എന്നിട്ട് സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ 2 എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും പ്രശ്നമല്ല. അതായത് പാപത്തിന്റെ എല്ലാ മേഖലയും അതിൻ്റെ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുമ്പോൾ സമാധാനം, പറയുമ്പോൾ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നു. യേശു ക്രൂശ മരിച്ചോ? ഇല്ല. യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെടുത്ത് കാട്ടിക്കളഞ്ഞു, അതിനെ നശിപ്പിച്ചു, അതിനില്ലാതെയാക്കി. എന്നാൽ ഈസ എവിടെയുണ്ട്? അവർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെക്കാൾ കൂടുതൽ മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പുസ്തകത്തിലാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ആകെ ലൂക്കാസ് സുവിശേഷത്തിൽ ആകെ ഇത്തിരിയല്ലേ മറിയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകത്തിലൊരു അധ്യായം തന്നെ പേര് മിരിയാം എന്നാണ്. പക്ഷെ കണക്കിന് പറഞ്ഞു വരുമ്പോൾ ആ മിരിയാം അബ്രഹാമിൻ്റെ സഹോദരി മിരിയാമാണെന്ന് മാത്രമേ ഉള്ളൂ. അതാ കോമഡി അതിനകത്ത്. യേശുവിൻ്റെ അമ്മ മറിയമല്ല, അത് അബ്രഹാമിൻ്റെ സഹോദരി മിരിയാമാ. പുള്ളിക്ക് ഇതെല്ലാം കൂടി മിക്സായിപ്പോയി. അതാണോ ഇതാണോ അങ്ങനെയാണല്ലോ. പിശാച് എന്ത് ചെയ്താലും അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വരുമല്ലോ. വാളും കൊണ്ടുവന്നു. വാളെടുത്ത് കഴുത്തിൽ വയ്ക്കും. നീ വിശ്വാസം സ്വീകരിച്ചോ. ഇപ്പോൾ പരിപാടി എത്തിക്കും. മറ്റേ കാശ്മീരിൽ മറ്റേ സംഭവം വന്നല്ലോ, തോക്കെടുത്ത് വെച്ചിട്ട് 25 പേര് 26 കണ്ട് വെടി വെച്ച് കൊടുന്നില്ലേ. വിശ്വാസിയാണെങ്കിൽ ഇപ്പം നിന്നെ വെറുതെ വിടും, വിശ്വാസി അല്ലെങ്കിൽ പൊട്ടിക്കും. ഇങ്ങനെ പീഡനവും പ്രബോധനവും പ്രലോഭനവും 3 കൂടി പുള്ളി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പസ്തോലന്മാർ ചെയ്യരുത്, അത് പാപമാണ് എന്ന് പറഞ്ഞ സകല സാധനത്തിനെയും പുള്ളി നിയമപരമായി അനുവദനീയമാക്കി മാറ്റി. നിയമപരമായി അനുവദനീയമാക്കി മാറ്റി. വ്യഭിചാരത്തെ അനുവദനീയമായി മാറ്റി. എല്ലാം നിങ്ങൾ ആ സാധനം പഠിച്ച, ഞാൻ ഈ എന്താ പറയുക, ഉപവസിക്കുന്ന നിങ്ങളോടൊന്നും പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല അവരുടെ പ്രബോധനങ്ങൾ. അതൊന്നും പറയാൻ കൊള്ളത്തില്ല, അങ്ങനത്തെ സാധനങ്ങളാണ്. എല്ലാ സാധനത്തെയും നിയമപരമായി അനുവദനീയമായി മാറ്റി. യഥാർത്ഥ സുവിശേഷത്തെ എടുത്ത് കാട്ടിക്കളഞ്ഞു. പീഡനവും അതിൻ്റെ കൂടെ കൊണ്ടുവന്നു. അപ്പൊ പീഡനം, പ്രബോധനം, തെറ്റായ പ്രബോധനം, ദുരുപദേശം, പീഡനം, പ്രലോഭനം, ഇത് 3 കൂടി ക്ലബ് ചെയ്തിട്ട് 6-ാം നൂറ്റാണ്ടിൽ സ്വന്തം പ്രവാചകൻ എന്ന പേരിൽ ഒരു സാധനത്തെ കൊണ്ടുവന്നു. സാത്താൻ അതിനെയും വളർത്തി. പക്ഷെ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി നശിക്കുന്നില്ല, അപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ അപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇതിനെയൊന്നും തകർക്കാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിക്കുമെന്ന്. ആരെയും പഠിപ്പിക്കണമെന്ന്. ഒരുത്തൻ്റെയും പഠനം കേട്ടിട്ട് വഴിതെറ്റി പോകുന്നൊരു കാലഘട്ടത്തിലേക്കല്ല ദൈവം നമ്മെ ചേർക്കുന്നത്, ദൈവം നമ്മെ ഒരുക്കുന്നത്. നിന്നെ കൂടെ ദൈവം നേരിട്ട് സംസാരിക്കുമെന്ന്. ഏത് പ്രബോധനത്തെയും ഏത് പ്രവാചകനെയും വിലയിരുത്താൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവേശിച്ച് നമ്മോടിടപെട്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്.
നീ ഒരു പ്രവാചകനെയും പൂർണ്ണമായി വിശ്വസിക്കേണ്ട, നീ ഒരു മനുഷ്യനെയും പൂർണ്ണമായി വിശ്വസിക്കേണ്ട, നീ ഒരു പ്രബോധകനെയും പൂർണ്ണമായി വിശ്വസിക്കേണ്ട. പകരം നിന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവ് അതിനെ മനസ്സിലാക്കി തരുന്ന, അതിനെ വിശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യം തരുന്ന തരത്തിൽ നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സഹോദരനെയോ സഹോദരിയെയോ ഒന്നും പഠിപ്പിക്കേണ്ടി വരാത്തൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന കാലഘട്ടം. പേഴ്സണലി നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 21 ദിവസത്തെ ഈ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മേൽ തരാൻ ആഗ്രഹിക്കുന്ന കൃപ ഇതാ. ഇനിയുള്ള പ്രബോധനങ്ങളെ, ഇനിയുള്ള ദൈവവചനത്തെ, പഠനങ്ങളെ ഓരോന്നിനെയും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ, ഓരോ ചുവടുകളെയും മുന്നോട്ട് വയ്ക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മെ നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പേര് ഇത് സ്വീകരിക്കുന്നു? എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഈ ഒരു ബോധ്യം എത്ര പേർക്കുണ്ട്? കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവേ ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് പേഴ്സണലായി ഇടപെടണമേ, ഞങ്ങളോട് മുന്നോട്ട് പോകുന്ന വഴികൾ ഇതാണ് എന്ന് പറഞ്ഞു തരുന്ന തരത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നടത്തണമേ, യേശുവേ നടത്തണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ നടത്തണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ നടത്തണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു.